നമസ്കാരം. മാർക്ക് ഫെല്ലർ അവിടെ ആ വെസ്റ്റേൺ പ്രൊവിൻസിനകത്ത് തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്ന ആ ചിത്രം ഈ സദേൺ മേഖലയിൽ വല്ലാത്തൊരു ചലനമാണ് ഉണ്ടാക്കിയത്. മാർക്ക് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ്. സകലരും വല്ലാത്ത വിഷമത്തോടുകൂടി ആ ചിത്രത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് സാക്ഷാൽ ചാവോ കാങ്ങും ചാവോ ഷുവാങ്ങും എത്തി. ഷുവാങ് കാങ്ങിനോട് പറഞ്ഞു, കാങ്, ഇവന്റെ കയ്യിൽ ശരിക്കും വിലപിടിപ്പുള്ള പല ആർട്ടിഫാക്റ്റുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നീ അവനെ നന്നായിട്ടൊന്ന് പരിശോധിച്ച്. ജ്യേഷ്ഠൻ ഷുവാങ് പറഞ്ഞത് കേട്ടതും കാങ് മാർക്കിന്റെ ബോഡി ഒന്ന് പരിശോധിച്ചു തുടങ്ങി. മാർക്കിന്റെ ബോഡി പരിശോധിക്കുമ്പോഴാണ് അയാൾക്ക് ആ റിങ് കൈ കിട്ടുന്നത്. ആ റിങ് അല്ലാതെ കയ്യിലും കാലിലും ഒന്നും വേറൊന്നുമില്ല. അയാൾ ആ റിങ് അഴിച്ചെടുത്തു. ആ റിങ്ങിലേക്ക് നോക്കിയ കാങ് റിങ് ജ്യേഷ്ഠൻ ഷുവാങ്ങിനെ കാണിച്ചതും ഷുവാങ് കാങ്ങിനോട് പറഞ്ഞു, ഇടാ, അത് അവന്റെ ഡിവൈൻ ആർട്ടിഫാക്റ്റ് ആണ്, നീ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കി. അത് കേട്ടതും കാങ് അവന്റെ ഡിവൈൻ സെൻസിനെ ആ മോതിരത്തിനുള്ളിലേക്ക് അയക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതങ്ങോട്ട് വിജയിച്ചില്ല. മാർക്ക് ഫെല്ലറുടെ ആ ഡിവൈൻ ആർട്ടിഫാക്റ്റും മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സെൻസും തമ്മിൽ വളരെ വ്യക്തമായി ലയിച്ചു ചേർന്നിരിക്കുകയാണ്. മാർക്കിനല്ലാതെ ഒരാൾക്കും അത് തുറക്കാൻ പറ്റില്ല. അത് മനസ്സിലായതും ആ മോതിരത്തെ കാങ് മാർക്കിന്റെ വിരലിൽ തന്നെ അങ്ങ് ഇട്ടു കൊടുത്തു. ഈ മോതിരം കൊണ്ട് നമുക്കൊരു ഗുണവുമില്ല. അങ്ങനെ പറഞ്ഞ കാങ് അതിനുശേഷം മാർക്കിന്റെ ഷർട്ട് ഒന്ന് വലിച്ചു തുറന്നു. ഷർട്ട് വലിച്ചു തുറന്നപ്പോൾ ഒരു മാല മാർക്കിന്റെ കഴുത്തിൽ കിടക്കുന്നത് കാങ്ങും ഷുവാങ്ങും കണ്ടു. ആ മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. കാങ് ആ ലോക്കറ്റിൽ ഒന്ന് പിടിച്ചതും മാർക്ക് കാങ്ങിനോട് പറഞ്ഞു, ഏയ്, അതിൽ തുടരുത്, ഇതേ തുടരുന്നു. അതെന്താ മാർക്ക്, ഇതിൽ തൊട്ടാൽ? ഏയ്, നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരാം, പക്ഷെ അതിൽ തുടരുത്. അത് കേട്ടതും ഷുവാങ് പറഞ്ഞു, മാർക്ക്, നീ ഞങ്ങൾക്ക് എന്തിനാ സാധനങ്ങൾ തരുന്നത്? നിന്റെ കയ്യിലുള്ള എല്ലാം ഇനി ഞങ്ങളുടെ സ്വന്തമല്ലേ? നിന്നെ പരസ്യമായി സദേൺ പ്രൊവിൻസിൽ കൊണ്ടുപോയി ഞങ്ങൾ വധിക്കാൻ പോവുകയാണ്. ആ കൃത്യം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കയ്യിലുള്ളതെല്ലാം ഞങ്ങളുടേതാണല്ലോ. അങ്ങനെ ഷുവാങ് പറയുമ്പോഴേക്കും ചാവോ കാങ് ആ മാല വലിച്ചങ്ങ് പൊട്ടിച്ചു. ആ പൊട്ടിയ മാലയുടെ അറ്റത്ത് ഒരു ലോക്കറ്റ് ഉണ്ട്. അവൻ ആ ലോക്കറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതും മാർക്ക് അവനോട് പറഞ്ഞു, ഏയ്, ഞാൻ പറയുന്ന കേക്ക്, നിങ്ങൾ ആ ലോക്കറ്റിൽ ഒന്നും ചെയ്യരുത്. ആ ലോക്കറ്റിൽ മാർക്ക് കാണിക്കുന്ന ആ താല്പര്യം കാങ്ങിനെയും ഷുവാങ്ങിനെയും ഒരുപോലെ രസിപ്പിക്കുകയാണ്. ഷുവാങ് കാങ്ങിനോട് പറഞ്ഞു, കാങ്, അവന് ആ ലോക്കറ്റിനോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. നീ ആ ലോക്കറ്റ് ഒന്ന് തുറന്നു നോക്കി. അത് കേട്ടതും കാങ് ആ ലോക്കറ്റ് ഒന്ന് തുറക്കാൻ നോക്കി. പക്ഷെ ആ ലോക്കറ്റ് തുറക്കാനൊന്നും പറ്റുന്നില്ല. ബ്രദർ, ഈ ലോക്കറ്റ് തുറക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ കാങ് മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ലോക്കറ്റിൽ ഒരൊറ്റ പിടി. അവന്റെ ഇരു കൈകളും ആ ലോക്കറ്റിൽ അമർത്തി പിടിച്ചതും ആ ലോക്കറ്റ് ഒരു ശബ്ദത്തോടെ അങ്ങ് പൊട്ടിത്തെറിച്ചു. അത് കണ്ട മാർക്ക് ശരിക്കും ആ കാഴ്ചയിലേക്ക് നോക്കി താഴോട്ടങ്ങ് വീണു. മാർക്കിന്റെ ബോധം ആ നിമിഷം പോയെന്ന് പറയാം. മാർക്ക് ഒരു സാഹചര്യത്തിലും ആ ലോക്കറ്റ് പൊട്ടിക്കില്ല. ആ ലോക്കറ്റ് അവന്റെ MLA അവന് നൽകിയതാണ്. ആ MLAയുമായി അവനുള്ള ഏക ബന്ധം ഇപ്പോ ആ ലോക്കറ്റായിരുന്നു. ആ ലോക്കറ്റ് തകർന്നപ്പോ ശരിക്കും ഹൃദയം തകർന്നു പോയ മാർക്ക് ഫെല്ലർ അവിടേക്കങ്ങ് വീണതാണ്. മാർക്കിന്റെ ആ അവസ്ഥ കണ്ടതും ചാവോ കാങ്ങും ചാവോ ഷുവാങ്ങും അറിയാതെ ചിരിച്ചു പോവുകയാണ്. അവന്റെ ഹൃദയമായിരുന്നു തോന്നുന്നു ആ ലോക്കറ്റ്. ഇനി അവന്റെ പ്രാണപ്രേയസി അവന് നൽകിയതാകുമോ ആ ലോക്കറ്റ്? അങ്ങനെ ഷുവാങ് ചോദിച്ചതും ചാവോ കാങ് പൊട്ടിച്ചിരിച്ചു. അവർ രണ്ടുപേരും ശരിക്കും സന്തോഷത്തിലാണ്. മാർക്കിനെ അവിടെ കളഞ്ഞിട്ട് അവർ സദേൺ പ്രൊവിൻസിലേക്ക് പോകാനുള്ള സൈന്യത്തെ റെഡിയാക്കുന്ന നടപടിയിലേക്ക് കടന്നു. ഈ സമയത്ത് നോർത്തേൺ ലാൻഡിൽ നിന്ന് പുറത്തു വന്നിരുന്ന യുവാൻഷുയുടെ ആ ക്ലോണ് ഹെവൻലി ക്ലൗഡ് സെഷനിൽ എത്തിയിരുന്നു. ഹെവൻലി ക്ലൗഡ് സെഷനിൽ എത്തിയ യുവാൻഷുയുടെ ആ ക്ലോൺ ആ എൻറ്റിയർ ഏരിയയും ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ അവിടെ സാക്ഷാൽ ശ്രീറാം ഇല്ല. ശ്രീറാം അവിടെ ഇല്ല എന്ന് ബോധ്യമായതും അയാൾ ആ പരിസരം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തു. അവിടെയൊന്നുമില്ല. നോർത്തേൺ ലാൻഡിലേക്ക് മടങ്ങിയെത്തിയ യുവാൻഷോ സീമബായിയോടായി പറഞ്ഞു, ആ ശ്രീറാം ഹെവൻലി ക്ലൗഡ് സെഷനിൽ ഇല്ല. ഏയ് സീമ, നീ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കാനുള്ള നടപടി എടുക്കണം. അത് കേട്ടത് സീമബായി അതിശക്തരായ കുറെ ഏറെ ആളുകളെ സദേൺ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ശ്രീറാം പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കാനാണ് സീമബായി അവർക്ക് നിർദ്ദേശം കൊടുത്തത്. യോങ്ജിയും ഹെക്ടർ ചെങ്ങും സീമബായിയും ശ്രീറാമിനെ കണ്ടുപിടിക്കാനുള്ള ആ ദൗത്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ ക്ലോൺ യുവാൻഷോ തപസ്സിരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്ന ആ മലയിൽ എത്തിച്ചേർന്നു. ഇപ്പോ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയുടെ ഇരുപുറത്തും കാവൽ നിൽക്കുന്നത് യുവാൻഷോയുടെ രണ്ട് രൂപങ്ങളാണ്.
ആ രണ്ട് രൂപങ്ങളും അവിടെ കാത്തു നിൽക്കുമ്പോൾ ശ്രീരാമനെ തിരക്കി ആ മൂവർ സംഘം സദേൺ മേഖല മുഴുവൻ അരിച്ചു പറക്കുകയാണ്. പെട്ടെന്നാണ് ആ ഒരു ദിവസം കടന്നുപോയത്. രണ്ടാമത്തെ ദിവസവും പെട്ടെന്നങ്ങ് തീർന്നു. മൂന്നാമത്തെ ദിവസം രാവിലെ സദേൺ മേഖല ഉണരുന്നു തന്നെ ആകാശത്തെ അതിവിശാലമായ ഒരു ചിത്രം കണ്ടുകൊണ്ടാണ്. ആ ചിത്രത്തിൽ അവർ കാണുന്നത് അതിശക്തമായ ഒരു സേനയാണ്. വെസ്റ്റേൺ പ്രോവിൻസിൽ നിന്ന് ചാവോ ബ്രദേഴ്സ് ഒരു സേനയുമായി സദേൺ മേഖലയിലേക്ക് വരാൻ പോവുകയാണെന്നുള്ള ചിത്രം ആകാശത്ത് അങ്ങനെ തെളിഞ്ഞപ്പോൾ ഈ സമയത്ത് സദേൺ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന ഹെക്ടറും സീമബായും അതുപോലെ യോങ്ജിയും ആ കാഴ്ച കണ്ടു. അവർക്ക് ആ കാഴ്ച വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. ഒരു വൻ സേന ഇതാ സദേൺ മേഖലയിലേക്ക് വരാൻ പോവുകയാണ്. യുവാൻ ഷോ പറഞ്ഞ അനുസരിച്ച് യോങ്ജിയാണ് ആ വെസ്റ്റേൺ പ്രോവിൻസിൽ ചെന്ന് ചാവോ സഹോദരന്മാരോട് സഹായം ചോദിച്ചത്. ആ ചാവോ സഹോദരന്മാർ പറഞ്ഞതുപോലെ ഇതാ സദേൺ സ്റ്റേറ്റ് ആക്രമിക്കാൻ പോവുകയാണ്. ആകാശത്ത് തെളിഞ്ഞ ആ രൂപത്തോടൊപ്പം മറ്റൊരു ചിത്രം കൂടി അതിവേഗം തെളിയുകയാണ്. അത് സാക്ഷാൽ യോങ്ജിയുടെ ചിത്രമാണ്. യോങ്ജി അവിടെ ആ വെസ്റ്റേൺ നാട്ടിൽ ചെന്ന സമയത്ത് തറയിൽ കിടന്ന് ഉരുളുന്ന വേദന കൊണ്ട് പൊളയുന്ന ഒരു പിക്ചർ രംഗത്ത് വന്നതും ഈ സദേൺ മേഖലയിലെ ആളുകളൊക്കെ അമ്പരപ്പോടെ ആ വിഷ്വലിലേക്ക് നോക്കി പോവുകയാണ്. യോങ്ജി അതിശക്തനാണെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം. അയാളൊരു റിവേഷൻ ഓയിൽ സ്റ്റേജിലെ കൾട്ടിവേറ്ററാണ്. ആ റിവേഷൻ ഓയിൽ സ്റ്റേജിലെ കൾട്ടിവേറ്റർ അതുപോലെ തറയിൽ കിടന്ന് അങ്ങനെ വേദന കൊണ്ട് പൊളയണമെങ്കിൽ ചാവോ ബ്രദേഴ്സിന്റെ ശക്തി എന്തായിരിക്കണം? ആ ചിന്ത സദേൺ മേഖലയിൽ എമ്പാടും പരക്കുകയാണ്. ഇതിനിടയിൽ സദേൺ മേഖലയിൽ നിന്ന് ഒരുപാട് പ്രമുഖർ ഈസ്റ്റേൺ പ്രോവിൻസിലേക്ക് മാറിയിരുന്നു. ഈസ്റ്റേൺ പ്രോവിൻസ് താരതമ്യേന ശാന്തമായ സ്ഥലമാണ്. അവിടെ ഒരു വ്യക്തമായ ഭരണകൂടം ഇല്ല എന്നേ ഉള്ളൂ. ഓരോ സ്ഥലത്തും ഓരോ ആളുകൾ ഭരിക്കുന്നു എന്ന് പറയാം. ആ മേഖലയിലേക്ക് അനവധി പ്രമുഖരാണ് സദേൺ മേഖലയിൽ നിന്ന് ആ സമയത്ത് ഒഴുകിയത്. സദേൺ മേഖല പൂർണ്ണമായും തുടച്ചു മാറാനായി വെസ്റ്റേൺ മേഖലയിൽ നിന്ന് ആളുകൾ എത്തുമ്പോൾ അവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പലരും ഈസ്റ്റേൺ പ്രോവിൻസിലേക്ക് ഒഴുകിയത്. ഈസ്റ്റേൺ പ്രോവിൻസിലേക്കുള്ള അവരുടെ ആ യാത്രക്കിടയിൽ അവരും ആകാശത്ത് യോങ്ജി അനുഭവിക്കുന്ന വേദന കണ്ടു. അവരുടെ തീരുമാനം ശരിയാണെന്ന് ആ ചിത്രം വിളിച്ചു പറയുകയാണ്. പെട്ടെന്നാണ് മറ്റു ചിത്രം രംഗത്ത് വന്നത്. അത് സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ ചിത്രമാണ്. ആ ചിത്രത്തിൽ നമ്മൾ കാണുന്ന മാർക്കിന് ഒരു അനക്കവുമില്ല. മാർക്ക് നിശ്ചലനായി ഒരു മുറിക്കുള്ളിൽ കിടക്കുന്ന ചിത്രമാണ് അവർ കണ്ടത്. അങ്ങനെ ആ ചിത്രത്തിലേക്ക് സദേൺ മേഖല ആളുകൾ നോക്കുമ്പോൾ ആ ചിത്രത്തിൽ ചലിക്കുന്ന ചില രംഗങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ചില ആളുകൾ ചേർന്ന് മാർക്കിനെ എടുത്തുയർത്തി ആ സേന നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് അവർ കണ്ടത്. മാർക്കിനെ അവിടേക്ക് കൊണ്ടുവന്ന അവർ മാർക്കിനെ ഒരു തൂണിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. അനവധി ചങ്ങലകൾ കൊണ്ട് മാർക്ക് ഫെല്ലർ ബന്ധിതനാണ്. ബന്ധിക്കപ്പെട്ട മാർക്ക് ഫെല്ലറെ കാണിച്ച അതേ വിഷ്വൽ സാവധാനം ചാവോ ബ്രദേഴ്സിലേക്ക് വന്നു. ചാവോ ഷുവാങ് ചിരിച്ചുകൊണ്ട് സദേൺ മേഖലയിലെ ആളുകളോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ അതിശക്തനായിരുന്നല്ലോ ഈ യോങ്ജിയും അതുപോലെ മാർക്ക് ഫെല്ലറും. യോങ്ജിയെ ഞാൻ വെറുതെ വിട്ടു, പക്ഷെ മാർക്കിനെ ഞാൻ വെറുതെ വിടില്ല. മാർക്ക് നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ്. ആ മാർക്കുമായി ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സദേൺ പ്രോവിൻസിലേക്ക് വരികയാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും വിഷ്വൽ കട്ടായി. ശരിക്കും ഒരു ഭയം സദേൺ മേഖലയിൽ എമ്പാടും ദൃശ്യമാവുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ വല്ലാത്ത ടെൻഷനിലാണ്. സെക്ഷൻ മാസ്റ്റർ ശ്രീറാം ആ സെക്ഷൻ വിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാത്രമല്ല ആ സെക്ഷനിലുള്ള എല്ലാ ആളുകളും ടെൻഷനിലാണ്. ആ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ചാവോ സഹോദരന്മാർ ഒന്ന് ചിരിച്ചു. ചാവോ ഷുവാങ് അയാളുടെ സഹോദരൻ കാങ്ങിനോട് പറഞ്ഞു, കാങ് നമുക്ക് മൂവ് ചെയ്യാം. അത് കേട്ടതും കാങ് ആ ഭടന്മാർക്ക് ഉത്തരവ് കൊടുത്തു. ഒരു വൻ സേനയാണ് അവിടെ നിൽക്കുന്നത്. ആ സേനയോടായി കാങ് പറഞ്ഞു, നമ്മളിപ്പോൾ സദേൺ പ്രോവിൻസിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. അത് കേട്ടതും എല്ലാവരും അറ്റൻഷനായി. കാങ്ങിന് സല്യൂട്ട് ചെയ്ത ആ നിമിഷത്തിൽ പെട്ടെന്ന് ആ അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ചലനമുണ്ടായി. ചാവോ സഹോദരന്മാരും ആ സേനയും നിൽക്കുന്നതിന് ഇടയിലുള്ള അന്തരീക്ഷമാണ് ഒന്ന് ചലിച്ചത്. ശുദ്ധശൂന്യതയിൽ അന്തരീക്ഷത്തിൽ ഒരു അനക്കം ഉണ്ടായതും സകല ആളുകളുടെ ശ്രദ്ധ ആ അന്തരീക്ഷത്തിലേക്കായി. പെട്ടെന്നാണ് ആ അന്തരീക്ഷത്തിൽ ഒരു വാതിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു ടെലിപ്പോർട്ടേഷൻ വാതിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതും ആ വാതിലിലൂടെ കറുത്ത വസ്ത്രം ധരിച്ച അനവധി ആളുകൾ പുറത്തേക്ക് അതിവേഗം ഇറങ്ങിയാണ്. ഒരു കൂറ്റൻ ടെലിപ്പോർട്ടേഷൻ വാഹനമാണ് അവിടെ ആ അന്തരീക്ഷത്തിൽ ഉള്ളതെന്ന് അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കാണുന്ന ആർക്ക് മനസ്സിലാവും. ആ വാഹനത്തെ ആർക്കും കാണാൻ പറ്റുന്നില്ല. അതിനകത്തുനിന്ന് ഇറങ്ങുന്ന ആളുകളെ മാത്രമാണ് ആളുകൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഇറങ്ങിയ ആളുകൾ പെട്ടെന്ന് അവിടെ
ഒരു വലിയ വലയമായി മാറി. അവരുടെ പുറകുവശത്ത് നിൽക്കുന്ന ചാവോ സഹോദരന്മാരുടെ സേനയെ മൈൻഡ് പോലും ചെയ്യാതെ ആ ബ്ലാക്ക് വസ്ത്രധാരികൾ ആ മൈതാനത്തിന് ചുറ്റും ഇങ്ങനെ അണിനിരക്കുമ്പോൾ ചാവോ സഹോദരന്മാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പോടെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ആ കറുത്ത വസ്ത്രധാരികളെ നോക്കിയാണ്. ചാവോ ഷുവാങ് ചാവോ കാങ്ങിനോട് ചോദിക്കുകയും ചെയ്തു, കാങ്, ആരാ ഇവർ, എന്താ സംഭവം? അതിന് ഒരു ഉത്തരവും കാങ്ങിനില്ല. കാങ് ആ ചോദ്യത്തിന് ഉത്തരമായി സഹോദരനോട് എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി ആ ടെലിപോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സുന്ദരിയെ കണ്ട സകലരുടെയും കണ്ണുകൾ ആ സുന്ദരിയിലേക്ക് തിരിഞ്ഞു. ആ സുന്ദരി സാവധാനം മുന്നോട്ട് നടക്കുകയാണ്. അവളുടെ കണ്ണുകൾ അവിടെ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ പതിഞ്ഞു. അവളുടെ കണ്ണുകൾ ആ ബോഡിയിൽ പതിഞ്ഞ ആ നിമിഷത്തിൽ അവളുടെ കൈ ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ ആ കൈയിൽ നിന്ന് ശക്തമായ റേസ് മാർക്ക് ഫെല്ലറെ ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലകളിലേക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ വന്ന് പതിക്കുകയാണ്. ആ നിമിഷത്തിൽ മാർക്കിനെ കെട്ടിയിരുന്ന എല്ലാ ചങ്ങലകളും തകർന്ന് തരിപ്പണമായി. മാർക്ക് ആ തൂണിന്റെ അടിയിലോട്ട് വീണു. തറയിലേക്ക് വീണ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ആ സുന്ദരി തന്റെ കൂടെ വന്ന ആ ബ്ലാക്ക് ഗാർഡുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. എല്ലാത്തിനെയും കൊന്നേക്ക്, കിൽ ദം ഓൾ എന്ന് അവൾ പറയുമ്പോൾ അവൾ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണ അർത്ഥത്തിൽ ആ ബ്ലാക്ക് വസ്ത്രധാരികൾ നടപ്പിലാക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരാൾക്കും മനസ്സിലാക്കും മുമ്പ് ചാവോ സഹോദരന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സേന പൂർണ്ണമായും കൊല്ലപ്പെട്ടു. അവരെങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് പോലും പലർക്കും മനസ്സിലായില്ല. ആ കറുത്ത വസ്ത്രധാരികൾ അവർക്ക് നേരെ തിരിഞ്ഞത് മാത്രമാണ് അവർക്ക് ആകെ ഓർമ്മയുണ്ടാകുക. അടുത്ത നിമിഷത്തിൽ ആ കറുത്ത വസ്ത്രധാരികളുടെ കൈകൾ ഒന്ന് ചലിച്ചതും തോക്കിൽ നിന്ന് ബുള്ളറ്റുകൾ പായും പോലെ തീയുണ്ടകൾ അവർക്ക് നേരെ പാഞ്ഞു വരികയായിരുന്നു. ചാവോ ബ്രദേഴ്സിന്റെ സേനയ്ക്ക് തടുക്കാൻ കഴിയും മുമ്പ് അവരുടെ ഹൃദയവും തലയൊക്കെ ആ ബുള്ളറ്റുകളാൽ തകർക്കപ്പെടുകയാണ്. തിരിച്ചടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നതിന് മുമ്പ് ആ എൻ്റെ സേനയും അവസാനിച്ചു. പിൽഗ്രിമേജ് സിറ്റിക്കകത്ത് ഉണ്ടായിരുന്ന ചാവോ ബ്രദേഴ്സിന്റെ ആ കൂറ്റൻ സേന നിമിഷ നേരം കൊണ്ട് ഇല്ലാതായപ്പോൾ ചാവോ കാങ്ങും ചാവോ ഷുവാങ്ങും ഒരുമിച്ച് തറയിൽ മുട്ടുകുത്തി. തങ്ങൾ തൊടാൻ പാടില്ലാത്ത ആരെയോ തൊട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഫീല് ഷുവാങ്ങിനും അതുപോലെ കാങ്ങിനും ഉണ്ട്. ഷുവാങ് തൊഴുകൈകളോടെ ആ സുന്ദരിയോട് പറഞ്ഞു, യുവർ ലോർഡ്, എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അറിഞ്ഞോ അറിയാതെയോ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. യുവർ ലോർഡ്, ഞങ്ങളെ കൊല്ലരുത്. അങ്ങനെ പറഞ്ഞ ഷുവാങ് അവന്റെ കൈവശം വരുന്ന ആ പർപ്പിൾ ക്ലൗഡ് പേള് ആ സുന്ദരിയുടെ നേരെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. ആ പർപ്പിൾ ക്ലൗഡ് പേള് കണ്ടതും ആ സുന്ദരിക്കൊപ്പം ഉണ്ടായിരുന്ന ലേശ പ്രായമുള്ള ആള് ആ സുന്ദരിയോട് പറഞ്ഞു, മിസ്, ഇത് നമ്മുടെ സാധനമാണ്. അത് കേട്ടതും ആ സുന്ദരി ആ പർപ്പിൾ ക്ലൗഡ് പേള് കയ്യിലെടുത്തു. അതൊരു ചെറിയ ബോൾ പോലെയാണ്, പർപ്പിൾ നിറത്തിലുള്ള ഒരു പേള്. പക്ഷെ അതൊരു കട്ടിയുള്ള പേളല്ല, അത് ശരിക്കും ഒരു മേഘം പോലെയാണെന്ന് പറയാം. മേഘത്തിനകത്തൂടി നമുക്ക് കൈയിടാൻ പറ്റുമല്ലോ, അതുപോലെ ഈ പർപ്പിൾ പേളിനകത്തൂടെയും കൈയിടാം. ആ ശൈലിയിലുള്ള ഒരു പേൾ, പക്ഷെ വല്ലാത്തൊരു പവർ അതിനുണ്ട്. തൻ്റെ കയ്യിലേക്ക് ആ പർപ്പിൾ ക്ലൗഡ് പേൾ എടുത്ത ആ സുന്ദരി അവളുടെ അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും അവസാനിപ്പിച്ചേക്കും. കേൾക്കേണ്ട താമസം ആ സുന്ദരിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഷുവാങ്ങിന്റെ കഴുത്ത് വെട്ടിയതും ഷുവാങ്ങിന്റെ പുറകിലുണ്ടായിരുന്ന കാങ് ഒരൊറ്റ ഓട്ടം. കാങ് ഒരു ഓയിഡ് സൃഷ്ടിച്ചുകൊണ്ട് ആ ശൂന്യതയിലേക്ക് ഓടിക്കയറുമ്പോൾ ആ സുന്ദരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് വെറുതെ കൈ ഒന്ന് അനക്കിയതേ ഉള്ളൂ. അയാൾ കൈയൊന്ന് അനക്കിയതും ആ കൈക്കകത്ത് ഒരു സ്പിയർ പ്രത്യക്ഷപ്പെടുകയാണ്, ഒരു കുന്തം. ആ കുന്തം അതിവേഗം വായുവിലൂടെ മൂവ് ചെയ്യുന്നത് സകലർക്കും കാണാം. അതിനുശേഷമുള്ള ഭാഗം ശൂന്യമാണ്. അവിടെ ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ടാണ് ചാവോ കാങ് രക്ഷപ്പെട്ടത്. പക്ഷെ ആ ശൂന്യതയ്ക്ക് നേരെ പാഞ്ഞു വന്ന ആ കുന്തം അല്പസമയം കഴിഞ്ഞതും തറയിൽ കുത്തു നിൽക്കുന്ന കാഴ്ച എല്ലാവർക്കും കാണാം. ആ ഗ്രൗണ്ടിനകത്ത് തന്നെ ഒന്ന് വളഞ്ഞ് ആ കുന്തം വന്ന് കുത്തി നിൽക്കുകയാണ്. കുത്തി നിൽക്കുന്ന കുന്തം ശരിക്കും കാങ്ങിന്റെ ബോഡിയിലൂടെ തുളച്ച് തറയിൽ കുത്തി നിൽക്കുകയാണ്. കാങ്ങിന്റെ ബോഡി നിശ്ചലമാണ്. ചാവോ കാങ്ങും ചാവോ ഷുവാങ്ങും നിശ്ചലരായി എന്ന് അറിഞ്ഞ നിമിഷത്തിൽ ആ സുന്ദരി നടന്ന് മാർക്ക് ഫെല്ലറുടെ അടുത്തെത്തി. മാർക്ക് ഫെല്ലറുടെ അടുത്തെത്തിയ അവൾ അണിഞ്ഞിരുന്ന മാസ്ക് അങ്ങ് മാറ്റി. മാസ്ക് മാറ്റിയിട്ട് അവൾ രണ്ട് കൈകൾ കൊണ്ട് മാർക്കിനെ പൊക്കിയെടുത്തു. അവൾ മാർക്കിന്റെ കവളിൽ ഒന്ന് തലോടുകയാണ്. മാർക്കിന്റെ കവളിൽ അവൾ തലോടിയതും മാർക്ക് ഫെല്ലർ കണ്ണു തുറക്കാതെ തന്നെ സാവധാനം വിളിക്കുകയാണ്, എമിലി, എമിലി
ഏത് ഉറക്കത്തിലും ഏതവസ്ഥയിലും മാർക്ക് ഫെല്ലർക്ക് എമിലിയെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് നമ്മളവിടെ കാണുന്നത്. എമിലി മാർക്കിന്റെ തലയുടെ തലോടിക്കൊണ്ട് അവനോട് പറഞ്ഞു, മാർക്ക്, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും. അവൾ ആ വാക്ക് രണ്ടു തവണ പറഞ്ഞതും അവളുടെ കൈവശം ഇരിക്കുകയായിരുന്ന ആ പർപ്പിൾ ക്ലൗഡ് പേള് മാർക്കിന്റെ കയ്യിലേക്ക് വെച്ചു. അത് കണ്ടതും അവളുടെ പുറകെ നിൽക്കുന്ന ആള് അവളോട് പറഞ്ഞു, മിസ്, അത് നമ്മുടെ മിസ്സായ പേളാണ്. അത് കേട്ടതും എമിലി അയാളോട് പറഞ്ഞു, ഏയ്, അത് ഇതല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അല്ല മിസ്, ഇതാണ് ഒറിജിനൽ. അയാൾ അത്രയും പറഞ്ഞതും എമിലി ബ്ലാക്ക് തിരിഞ്ഞ് അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം വ്യക്തമായി അറിയാവുന്ന അയാൾ പെട്ടെന്നങ്ങ് നിശബ്ദനായി. എമിലി മാർക്കിന്റെ കൈ പിടിച്ച് ആ പേളിന്റെ പുറത്തൂടെ വെച്ചു. ഒരു കാരണവശാലും ആ പേള് നഷ്ടമാകാൻ പാടില്ല എന്ന് അവൾക്കറിയാം. ആ പേള് അങ്ങനെ വെച്ചതിന് ശേഷം അവൾ തിരിഞ്ഞ് പുറകെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഈ സിറ്റിയിൽ ഇനി ഒരാളും അവശേഷിക്കരുത്. ഉത്തരവ് കിട്ടിയതും അയാൾ പുറകെ നിൽക്കുന്ന അയാളുടെ ആ ബ്ലാക്ക് ഗാർഡുകൾക്ക് നിർദ്ദേശം കൊടുത്തു, സകലരെയും അവസാനിപ്പിച്ചേക്കും. ആ ഉത്തരവിന് വേണ്ടി കാത്തുനിന്ന ആ ബ്ലാക്ക് ഗാർഡുകൾ പെട്ടെന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. ആ ബ്ലാക്ക് ഗാർഡുകൾ പുറത്തേക്ക് പോയതും എമിലി മാർക്കിന്റെ കയ്യിൽ നിന്ന് പിടിക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ അവളങ്ങനെ പിടിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശക്തമായി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്കിന്റെ ശബ്ദം അവൾ കേട്ടു. എമിലി, പ്ലീസ്, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ആ മറ്റേ കയോട്ടിക് ബോഡിക്കാരന് വേണ്ടി നീ നിന്നു കൊടുക്കരുത്. മറ്റേ കയോട്ടിക് ബോഡിക്കാരന് വേണ്ടി നിന്നു കൊടുക്കരുതെന്ന് മാർക്ക് ഫെല്ലർ പറഞ്ഞപ്പോൾ നടുങ്ങിയത് സാക്ഷാൽ എമിലി ബ്ലാക്ക് ആണ്. അവളുടെ വിവാഹം മറ്റൊരു കയോട്ടിക് ബോഡിക്കാരനുമായി നടത്താൻ പോവുകയാണെന്നുള്ള കാര്യം ഇതാ മാർക്ക് ഫെല്ലർ അറിഞ്ഞിരിക്കുന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ എമിലി ബ്ലാക്ക് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഉറപ്പായും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എമിലി, ഞാൻ ശരിക്കും ശക്തനായിട്ട് ഞാൻ അവിടെ സെൻട്രൽ പ്ലെയിനിൽ വരും. ഞാൻ നിന്റെ ബ്ലാക്ക് കുടുംബത്തിൽ വന്ന് നിന്നെ സ്വന്തമാക്കുകയും ചെയ്യും. മാർക്ക് അങ്ങനെ പറയുമ്പോഴേക്കും എമിലി മാർക്കിന്റെ തലയിൽ പതുക്കെ തലോടുകയാണ്. മാർക്കിന്റെ തലയിൽ അങ്ങനെ തലോടുന്നത് എമിലിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. മാർക്കിന്റെ തലയിലൂടെ എമിലിയുടെ കൈ എങ്ങനെ കടന്നു പോകുമ്പോൾ ഏത് സാഹചര്യത്തിലും അത് എമിലിയാണെന്ന് മനസ്സിലാക്കാൻ മാർക്കിന് പറ്റും. മാർക്കിന്റെ ബോഡിയിൽ ജീവന്റെ ഒരു അംശമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാർക്കിന് അത് മനസ്സിലാകും. എമിലി ഒന്നും സംസാരിക്കാതെ മാർക്കിന്റെ തലയിലൂടെ അങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോയ ടീം ഒന്നൊന്നായി മടങ്ങിയെത്തി. അവരെല്ലാവരും മടങ്ങിയെത്തി കഴിഞ്ഞതും എമിലിയുടെ പുറകിൽ നിൽക്കുന്ന ആള് എമിലിയോട് പറഞ്ഞു, മിസ്, നമുക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ അയാൾ പറഞ്ഞിട്ടും എമിലി മാർക്കിന്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല. മാർക്കും എമിലിയുടെ കൈ പിടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാകുന്നുണ്ട്. മാർക്കിന് ഇതുവരെ കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. മാർക്കിന്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുകയാണ്. മാർക്ക് ശരിക്കും ഒരു അർത്ഥബോധാവസ്ഥയിലാണെന്ന് പറയാം. പക്ഷെ അവൻ എമിലിയോട് സംസാരിച്ചതൊക്കെ അവന്റെ ഉപബോധ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളിലൂടെ ആണെങ്കിലും അവൻ സംസാരിച്ചത് ശരിക്കും ബോധ മനസ്സ് ഉപയോഗിച്ചാണെന്നുള്ള ഒരു തോന്നലും എമിലിക്കുണ്ട്. അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ എമിലി ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് മാത്രം. എമിലി മാർക്കിന്റെ കയ്യിൽ പതുക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും പുറകിൽ നിന്ന് ആ ആള് എമിലിയോട് പറഞ്ഞു, മിസ്, നമ്മൾ ഇപ്പം മടങ്ങിയില്ലെങ്കിൽ ചിലപ്പോ നമ്മളെ തിരക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞിട്ടും എമിലി അയാളെ മൈൻഡ് ചെയ്യാതെ മാർക്കിന്റെ പുറത്ത് തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ പുറകിൽ നിൽക്കുന്ന ആള് എമിലിയോട് പറഞ്ഞു, മിസ്, നമ്മൾ ഇനിയും താമസിച്ചാൽ ഈ ചെറുപ്പക്കാരൻ ചിലപ്പോ അപകടത്തിലാവും. ആ വാചകം എമിലി ബ്ലാക്ക് കേട്ടതും എമിലി പെട്ടെന്ന് മാർക്കിന്റെ തലയിൽ നിന്ന് കൈയെടുത്തു. അതിനുശേഷം അവൾ മാർക്കിന്റെ കൈ പിടിച്ച് എണീക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്ക് അവളുടെ കൈ വിടുന്നില്ല. ആ ഉറക്കത്തിലും മാർക്കിന്റെ കൈ എമിലിയുടെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുകയാണ്. ഈ കാഴ്ച പുറകെ നിൽക്കുന്ന ആളെ കാണുന്നുണ്ട്. അയാൾ ഒന്നും മിണ്ടാതെ ആ കാഴ്ചയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഉറക്കത്തിൽ എമിലിയോട് പറഞ്ഞു, എമിലി, ഞാൻ വരും, ഉറപ്പായും ഞാൻ വരും. നിന്നെ സ്വന്തമാക്കാൻ ഉറപ്പായും ഞാൻ വരും. അങ്ങനെ എമിലി ബ്ലാക്കിനോട് മാർക്ക് ഫെല്ലർ പറയുമ്പോൾ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ എമിലി പതുക്കെ അവളുടെ വിരലുകൾ മാർക്കിന്റെ കയ്യിൽ നിന്ന് അങ്ങ് അടർത്തി മാറ്റി. മാർക്കിനെ സാവധാനം അവിടെ കിടത്തിയതിനു ശേഷം എമിലി 2 സ്റ്റെപ്പ് പുറകോട്ട് നടന്നു. അവള് അതിനുശേഷം ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നടക്കുകയാണ്. ഈ സമയത്ത് ബാക്കി എല്ലാ ആളുകളും ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കയറി കഴിഞ്ഞു.
ആ പ്ലാറ്റ്ഫോമിന്റെ വാതിലിന് അടുത്തെത്തിയ എമിലി തിരിഞ്ഞ് ഒന്നുകൂടി മാർക്കിനെ നോക്കി. മാർക്കിനെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം അവൾ നിറഞ്ഞ കണ്ണുകളോടെ ആ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടന്നു. അടുത്ത നിമിഷത്തിൽ ആ പ്ലാറ്റ്ഫോം ശുദ്ധ ശൂന്യത്തിലേക്ക് അപ്രത്യക്ഷമായി. മാർക്ക് എത്ര സമയം അവിടെ അങ്ങനെ കിടന്നു എന്ന് ചോദിച്ചാൽ മാർക്കിന് പോലും അറിയില്ല. കുറേ നേരത്തിന് ശേഷം മാർക്ക് സാവധാനം കണ്ണു തുറക്കുമ്പോൾ മാർക്ക് ചുറ്റും നോക്കുന്നത് സാക്ഷാൽ എമിലി ബ്ലാക്കിനെയാണ്. എമിലി, നീ വന്നിരുന്നോ? ആ ചോദ്യം മാർക്ക് ചോദിക്കുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ ആ ഗ്രൗണ്ടിലെ കാഴ്ചകളിൽ പതുക്കെ പതുക്കെ ഉടക്കുകയാണ്. മാർക്ക് ആദ്യം കണ്ടത് തറയിൽ കുത്തി നിൽക്കുന്ന ഒരു കുന്തമാണ്. ആ കുന്തം സാക്ഷാൽ ചാവോ കാങ്ങിന്റെ ഹൃദയത്തിലൂടെ തുളച്ച് തറയിൽ കുത്തി നിൽക്കുകയാണ്. കുറച്ചു മാറി ഉടലും തലയും അറ്റ നിലയിൽ സാക്ഷാൽ ചാവോ ഷുവാങ് ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ കറുത്ത വസ്ത്രധാരികളൊക്കെ തലകളറ്റ് തലകൾ ചിതറി ആ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. മാർക്ക് ഫെല്ലർ ഈ കാഴ്ച കണ്ട് വല്ലാതെ അമ്പരന്നു എന്ന് പറയാം. അയാൾക്കിപ്പോ പൂർണ്ണ ഉറപ്പാണ് താൻ കണ്ടത് സ്വപ്നമല്ല. അങ്ങനെ തോന്നിയപ്പോഴാണ് മാർക്ക് കയ്യിലിരിക്കുന്ന ആ പേളിലേക്ക് നോക്കുന്നത്. പർപ്പിൾ ക്ലൗഡ് പേള് അയാളുടെ കയ്യിലിരിക്കുകയാണ്. ആ പർപ്പിൾ ക്ലൗഡ് പേൾ ഉപയോഗിച്ചാണ് മാർക്കിനെ ചാവോ ഷുവാങ് പിടികൂടിയത്. ആ പർപ്പിൾ ക്ലൗഡ് പേളാണ് ചാവോ ഷുവാങ്ങിന്റെ ശക്തി. അത് മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ പേള് മാർക്കിന്റെ നിലവറിലേക്ക് മാറ്റി. മാർക്ക് പതുക്കെ പതുക്കെ ആ ഗ്രൗണ്ടിന് ചുറ്റും നടക്കുകയാണ്. ഒരു കുഞ്ഞു പോലും ആ ഗ്രൗണ്ടിലില്ല. മാർക്ക് ഗ്രൗണ്ടിന്റെ പുറത്തിറങ്ങി. വളരെ വിശാലമായ ഒരു സിറ്റിയാണ് ആ പിൽഗ്രിമേജ് സിറ്റി. ആ പിൽഗ്രിമേജ് സിറ്റിക്കുള്ളിലേക്ക് നടന്ന മാർക്കിന് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ആളുകളുടെ ഡെഡ് ബോഡികൾ അവിടെ കിടപ്പുണ്ട്. ഒരു വൻ നഗരമായിരുന്നു പിൽഗ്രിമേജ് സിറ്റി. ആ നഗരത്തിൽ ജീവനുള്ള ഒന്നും അവശേഷിക്കുന്നില്ല. ഏകദേശം 2-3 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ മാർക്കിന് മനസ്സിലായത് അതാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായതും മാർക്ക് ബ്ലാക്ക് ഈഗിളിനെ വിളിച്ചു വരുത്തി ആ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തു കയറി ശ്മശാനങ്ങളുടെ നഗരത്തിലേക്ക് തിരിച്ചു. ശ്മശാനങ്ങളുടെ നഗരത്തിലെത്തിയ മാർക്ക് തനിക്ക് ആവശ്യമായ ഡാർക്ക് എനർജി അവിടുന്ന് ഇഷ്ടം പോലെ അബ്സോർവ് ചെയ്തു. ഈ പ്രക്രിയ ഇങ്ങനെ നടക്കുമ്പോൾ സതേൺ മേഖലയിലെ ആളുകൾ ശരിക്കും അമ്പരപ്പിലാണ്. ചാവോ ബ്രദേഴ്സ് വെസ്റ്റേൺ അതിർത്തി കടന്ന് സതേൺ മേഖലയിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കൂറ്റൻ സേനയുമായി അയാൾ അവിടേക്ക് വരുമെന്നാണല്ലോ അയാൾ അനൗൺസ് ചെയ്തത്. ചാവോ സഹോദരന്മാരെയും അയാളുടെ സൈന്യത്തെയും കാണാനേയില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ടും ചാവോ ബ്രദേഴ്സിന്റെ പൊടി പോലും കാണാനില്ല. ഇനി ചാവോ ബ്രദേഴ്സ് തീരുമാനം മാറ്റിയതാവുമോ? പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ അവിടെ ഇങ്ങനെ പടർന്നു വരികയാണ്. 3-ാമത്തെ ദിവസം വെസ്റ്റേൺ പ്രോവിൻസിലേക്ക് സന്ദർശനത്തിന് വേണ്ടി ചെന്ന സതേൺ മേഖലയിലെ ചില ആളുകൾ ആ കാഴ്ച കണ്ടു. വെസ്റ്റേൺ മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്ന സിറ്റിയാണ് പിൽഗ്രിമേജ് സിറ്റി. ആ സിറ്റിയുടെ അവസ്ഥയാണ് അവർ കണ്ടത്. ആ സിറ്റിയിൽ ഒരു കുഞ്ഞു പോലും ജീവനോടെ ഇല്ല. അവിടെയുള്ള മുഴുവൻ ആളുകളെയും തല ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. തല മുറിച്ചു മാറ്റിയ നിലയിൽ കാണുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ബോഡികൾ കണ്ട ആ സതേൺ മേഖലയിലെ ആളുകൾ അതിവേഗം തിരിച്ചെത്തി ആ വാർത്ത സതേൺ മേഖലയിൽ അവർ കണ്ട ആളുകളോടൊക്കെ പറഞ്ഞു. ഒരു കൊടുങ്കാറ്റ് വേഗതയിൽ ആ വാർത്ത എല്ലാ മേഖലയിലേക്കും പരക്കുകയാണ്. പിൽഗ്രിമേജ് സിറ്റി തുടച്ചു മാറ്റപ്പെട്ടു. പിൽഗ്രിമേജ് സിറ്റിയുടെ അധിപന്മാരായിരുന്ന ചാവോ സഹോദരന്മാർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഈ വാർത്ത പല മേഖലയിലും പടരുമ്പോൾ സകലരും എന്തുകൊണ്ടത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ചർച്ചയും തുടങ്ങി. ഈ വാർത്ത സ്വാഭാവികമായിട്ടും ഹെക്ടർ ടെങ്ങും സീമബായിയും അതുപോലെ യോങ്ജിയും ഒക്കെ കേട്ടു. യുവാൻ ഷോയോട് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത് സീമബായിയാണ്. സീമബായി അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഹെക്ടർ ടെങ് യഥാർത്ഥത്തിൽ ആ വാർത്ത കേൾക്കുന്നത്. യുവാൻ ഷോ ആ വാർത്ത കേട്ട് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ഹേയ്, ഇതെങ്ങനെ സംഭവിക്കും? ആ ചാവോ സഹോദരന്മാർ അതിശക്തരല്ലേ? അവരുടെ കയ്യിൽ ആ പർപ്പിൾ ക്ലൗഡ് പേളില്ലേ? അതൊരു ഡിവൈൻ ലെവൽ ആയുധമാണ്. അതുണ്ടായിട്ടും അയാൾ കൊല്ലപ്പെട്ടെന്നു വിശ്വസിക്കാനാവാതെ യുവാൻ ഷോ അങ്ങനെ പറഞ്ഞതും സീമബായി യുവാൻ ഷോയോട് പറഞ്ഞു, യുവർ ലോർഡ്, ഞാൻ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. കിംവദന്തിയോ? അതേ യുവർ ലോർഡ്, സതേൺ പ്രൊവിൻസുകാരുടെ ഒരു ഏൻഷ്യന്റ് സെയിന്റ് ആണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ കേൾക്കുന്നത്. റിവേർഷൻ ഓൾഡ് സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ട്രൂ സെയിന്റ് ആണ്. ട്രൂ സെയിന്റ്, യഥാർത്ഥ സന്യാസി എന്നൊക്കെ നമ്മൾ വിളിക്കില്ല, അതേ സ്റ്റേജിലുള്ള ആള്, ഒരു സന്യാസി ലെവലിലുള്ള ആള് എത്രയോ കാലങ്ങളായി ധ്യാനത്തിലായിരുന്നെന്നും അയാൾ പുനർജനിച്ചപ്പോൾ സതേൺ മേഖലയെ
ആക്രമിക്കാൻ വന്ന ആ ചാവോ സഹോദരന്മാരെ കുറിച്ച് അറിഞ്ഞെന്നും അവരെയും അവരുടെ ആ പിൽഗ്രിമേജ് സിറ്റിയും പൂർണ്ണമായി ഇല്ലാതാക്കിയെന്നൊക്കെയുള്ള കഥയാണ് സീമബായി കേട്ടത്. സീമബായി അത് അങ്ങനെ തന്നെ യുവാൻ ഷോയോട് പറഞ്ഞപ്പോൾ യുവാൻ ഷോ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അതിനുശേഷം അയാൾ പറഞ്ഞു, അത് അസംഭവ്യം, ട്രൂ സെയിന്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇപ്പോഴാണ് റിവേർഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് ആളുകൾ കടന്നു തുടങ്ങിയത്. അതിനു മുമ്പ് ട്രൂ സെയിന്റ് ആയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. യുഗങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ ആളുകളൊന്നും ഇപ്പോൾ ജീവനോടെ ഇല്ല. യുവാൻ ഷോ അങ്ങനെ തന്റെ അഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ മാറി നിൽക്കുന്ന ഹെക്ടർ ചെങ്ങിന് കഥ മനസ്സിലായി. ഹെക്ടർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. പൈറോയിൽ മാർക്ക് ഫെല്ലറുടെ സപ്പോർട്ട് സാക്ഷാൽ എമിലി ബ്ലാക്ക് ആയിരുന്നു. എമിലി ബ്ലാക്ക് കുടുംബത്തിന്റെ ആ പ്രിൻസസ് ആണ്. ആ എമിലി ബ്ലാക്ക് ഇപ്പോ ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ സെൻട്രൽ പ്ലെയിനിൽ ബ്ലാക്ക് കുടുംബത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ പ്രിൻസസ് ആണ്. ആ എമിലി ബ്ലാക്ക് ആയിരിക്കും മാർക്ക് ഫെല്ലറെ സഹായിച്ചത്. ഹെക്ടർ പക്ഷെ ആ വിവരം യുവാൻ ഷോയോടോ യോങ്ജിയോടോ സീമബായിയോടോ പങ്കുവെക്കാൻ തയ്യാറല്ല. ഇതേ ചിന്ത തന്നെ സാക്ഷാൽ ശ്രീറാമിന്റെ മനസ്സിലേക്ക് വന്നു. ശ്രീറാം ഈ വാർത്ത അറിഞ്ഞതും അറിയാതെ പറഞ്ഞുപോയ അതാണ്. അതെ, അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്ക് ഫെല്ലർക്ക് പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം ശ്രീറാമിന് അറിയാം. മാർക്ക് ഫെല്ലറെ ആക്രമിച്ചാൽ മാർക്കിന്റെ പുറകിലുള്ള ആളുകൾ തിരിച്ച് ആക്രമണം നടത്തുമെന്ന് 100% ശ്രീറാമിന് ഉറപ്പാണ്. അതുകൊണ്ടാണ് മാർക്കിനെ തൊടാൻ പലപ്പോഴും ശ്രീറാം മടിച്ചത്. അയാളുടെ ആ ചിന്ത പൂർണ്ണമായി ശരിയാണെന്ന് ഇതാ ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യപ്പെടുകയാണ്. മാർക്കിനെ ബ്ലാക്ക് കുടുംബം പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ശ്രീറാം അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിലും ശരിക്കും സദേൺ മേഖലയിലെ എമ്പാടുമുള്ള ആളുകൾ ചിന്തിക്കുന്നത് ആ ഏൻഷ്യന്റ് സെയിന്റിനെ കുറിച്ചാണ്. പണ്ടെങ്ങോ ഉണ്ടായിരുന്ന ഒരു ട്രൂ സെയിന്റ് കാലങ്ങളായി ധ്യാനത്തിലാണ്. അദ്ദേഹം പുനർജനിച്ചതാണ്. ആ ആളാണ് ആ പിൽഗ്രിമേജ് സിറ്റി ഇല്ലാതാക്കിയത്. അങ്ങനൊരു ചർച്ച പല മേഖലയിലും നടക്കുകയാണ്. ആ പിൽഗ്രിമേജ് സിറ്റിയിലേക്ക് പോയ ആളുകൾ പലരും ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ മാർക്ക് ഫെല്ലറെ കണ്ടില്ല എന്നുള്ള കാര്യവും. മാർക്ക് ഫെല്ലറിനെ തടവുകാരനാക്കിയ ചാവോ സഹോദരന്മാരും കൂടുതലുള്ള ആളുകളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മാർക്കിനെ ആ ട്രൂ സെയിന്റ് രക്ഷിച്ചിരിക്കും. ആ വാർത്ത കേട്ടപ്പോൾ ആളുകൾ അതിനെ അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്. കഥ ഇവിടെ ആ ഭാഗത്ത് അങ്ങനെയൊക്കെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഇഷ്ടംപോലെ ബ്ലാക്ക് എനർജി വലിച്ചെടുത്തതിന് ശേഷം വെസ്റ്റേൺ പ്രൊവിൻസിൽ നിന്ന് സദേൺ പ്രൊവിൻസിലേക്ക് കടന്നു. മാർക്ക് സദേൺ പ്രൊവിൻസിലേക്ക് കടന്ന ആ നിമിഷത്തിൽ മാർക്കിന് വളരെ പരിചിതമായ ഒരു ഓറയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ആ പരിചിതമായ ഓറയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ആ ഓറ ഉള്ള മേഖലയിലേക്ക് നീങ്ങി. അധിക സമയം കഴിയുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. സദേൺ മേഖലയും വെസ്റ്റേൺ മേഖലയും തമ്മിൽ വേർതിരിച്ചിരുന്ന ആ ഡെഡ് റിവറിന്റെ വശത്ത് ഒരു ഭാഗത്ത് ഒരാൾ ധ്യാനത്തിൽ ഇരിക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. മാർക്ക് അതിവേഗം ആ ആളുടെ അടുത്ത് പാഞ്ഞിറങ്ങി. മാർക്ക് ആ ആളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. സെക്ഷൻ മാസ്റ്റർ, അങ്ങെന്താ ഇവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മാർക്ക് ഓടിയെത്തിയത്. മാർക്കിനെ കണ്ടതും ശ്രീറാം കണ്ണുറന്നു. ശ്രീറാം സന്തോഷത്തോടെ മാർക്കിനൊന്ന് നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്നെ ബ്ലാക്ക് കുടുംബമാണോ രക്ഷിച്ചത്? സെക്ഷൻ മാസ്റ്റർ, അങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും മാർക്ക് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മറുപടി പറയാനേ മാർക്കിന് പറ്റൂ. ശ്രീറാമിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ മാർക്ക് അപ്പോഴാണ് ശ്രീറാമിനെ ശ്രദ്ധിച്ചു നോക്കുന്നത്. ശ്രീറാമിന്റെ ബോഡിയിൽ ഗുരുതരമായി പരിക്കുകളുണ്ട്. അത് കണ്ടതും മാർക്ക് ശ്രീറാമിനോട് പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, അങ്ങ് ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. അങ്ങ് റിവേഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടക്കണ്ടേ. ഇവിടെ ഇരുന്നാൽ അത് പറ്റത്തില്ല. മാർക്ക്, പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക? സെക്ഷൻ മാസ്റ്റർ, അങ്ങ് എന്നോടൊപ്പം ഡിവൈൻ സിറ്റിയിലേക്ക് വരണം. അവിടെ വെച്ച് അങ്ങക്ക് ഉറപ്പായും ബ്രേക്ക് ത്രൂ കിട്ടും. മാർക്ക് ഫെല്ലർ അങ്ങനെ തീർത്തു പറഞ്ഞതും ശ്രീറാം മാർക്കിനൊപ്പം ഡിവൈൻ സിറ്റിയിലേക്ക് തിരിച്ചു. മാർക്കിന്റെ ആ കൂറ്റൻ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്ത് അവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്യുമ്പോൾ ശ്രീറാം മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഈ ബ്ലാക്ക് കുടുംബവുമായിട്ടുള്ള നിന്റെ ബന്ധം ശരിക്കും ശക്തമാണോ? സെക്ഷൻ മാസ്റ്റർ, അങ്ങയുടെ ചോദ്യം രസകരമായ ഒരു ചോദ്യമാണ്. ശരിക്കും ബ്ലാക്ക് കുടുംബവും ഞാനും തമ്മിൽ അനിവാര്യമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു ഫൈറ്റാണ്. ആ ബ്ലാക്ക് കുടുംബം എന്നെ വേട്ടയാടാൻ എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സ്വപ്നത്തിനെ നേടണമെങ്കിൽ ആ വേട്ടയാടൽ ഞാൻ അതിജീവിച്ചേ പറ്റൂ. മാർക്ക് ഒരു വേദാന്തം പറയും പോലെയാണ് ആ സമയത്ത് ശ്രീറാമിനോട് സംസാരിച്ചത്. അത് കേട്ടതും ശ്രീറാം ചോദിച്ചു, നിന്റെ സ്വപ്നമോ? അതെ സെക്ഷൻ മാസ്റ്റർ, എൻ്റെ സ്വപ്നം എമിലി ബ്ലാക്ക് ഇപ്പോൾ ബ്ലാക്ക് കുടുംബത്തിലാണ്. അങ്ങനെ പറഞ്ഞ മാർക്കും എമിലി ബ്ലാക്കും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സവിസ്തരം ശ്രീറാമിനോട് സംസാരിച്ചു.
അവർ രണ്ടുപേരും ഭൂമിയിൽ കണ്ടുമുട്ടിയത് മുതൽ ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ എത്തിയതുവരെയുള്ള എല്ലാ കഥകളും ശ്രീറാമിനോട് മാർക്ക് അങ്ങനെ പറയുകയാണ്. ബ്ലാക്ക് ഈഗിളിന്റെ പുറത്ത് ആ അതിർത്തിയിൽ നിന്ന് ഡിവൈൻ സിറ്റിയിലേക്കുള്ള ആ യാത്രയ്ക്ക് ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിന് കഥ പറയാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. മാർക്കിന്റെ കഥകൾ കേൾക്കുമ്പോഴാണ് ശ്രീറാം ആ കാര്യം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത്. ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഒരു കാരണവുമില്ലാതെ മാർക്കിനെ ശത്രുവാക്കിയതാണ്. ആ എൽഡർ ബായിയുടെ വെറും കടുംപിടുത്തമാണ് മാർക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനുമായി ഇടയായത്. മാർക്കിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് എമിലി ബ്ലാക്ക് ആണ്. മാർക്കിന്റെ കഥകൾ കേട്ട് ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നീ പേടിക്കണ്ട, നിനക്കൊരു ആവശ്യം വന്നാൽ ഉറപ്പായും നിന്നോടൊപ്പം ഞാനുണ്ടാവും. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അതിശക്തനായ ആ ശ്രീറാം അങ്ങനെ പറയുമ്പോൾ മാർക്കിന് അതൊരു വല്ലാത്ത ആശ്വാസമായി. അവർ രണ്ടുപേരും കൂടി അവസാനം ഡിവൈൻ സിറ്റിയിലെത്തി. ഡിവൈൻ സിറ്റിയിൽ അവരെത്തി അകത്തേക്ക് കടക്കുമ്പോൾ പെങ്ലു അങ്ങോട്ടേക്ക് ഓടി വന്നു. പെങ്ലൂരാണല്ലോ ആ സിറ്റി നോക്കാനുള്ള ചുമതല ഉള്ളത്. പെങ്ലൂരെ കണ്ടതും മാർക്ക് ശ്രീറാമിനോട് പറഞ്ഞു, ഈ പെങ്ലു ആണ് ഈ സിറ്റി മാനേജ് ചെയ്യുന്നത്. സിറ്റി എന്ന് പറയുമ്പോഴും ആ സിറ്റിക്കുള്ളിൽ അധികം ആളുകളില്ല എന്നാണ് സത്യം. മാർക്ക് ശ്രീറാമിനെ കൊണ്ട് എത്തിയത് സാക്ഷാൽ ഹാൻസ് മില്ലറുടെ അടുത്താണ്. ഹാൻസ് മില്ലർ ആ സമയത്തും കണ്ണടച്ച് ധ്യാനത്തിലാണ്. ഹാൻസ് ആ ഡിവൈൻ സിറ്റിയുടെ ഒത്തിരി പുറകിലുള്ള ഒരു മലയുടെ അടുത്താണ് തപസ്സനുഷ്ഠിക്കുന്നത്. അവൻ വളരെ സുരക്ഷിതമായി ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരിപ്പുറപ്പിച്ചതാണ്. ധ്യാനത്തിലിരിക്കുന്ന ആ ഹാൻസ് മില്ലറെ നോക്കിയിട്ട് ശ്രീറാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇനി എൻ്റെ പ്രതീക്ഷ നിന്നിലാണ്. അത് കേട്ടതും മാർക്ക് ശ്രീറാമിനോട് പറഞ്ഞു, അങ്ങ് ഒന്നുകൊണ്ടും ഭയക്കേണ്ട, ഇവിടെ ഒന്നും സംഭവിക്കില്ല, ആർക്കും ഇത് ബ്രേക്ക് ചെയ്യാനാവില്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ശ്രീറാം അനുയോജ്യമായ ഒരു പ്ലേസ് കണ്ടെത്തി അവിടെ ധ്യാനത്തിലേക്ക് കടന്നു. ശ്രീറാം ധ്യാനത്തിലേക്ക് പൂർണ്ണമായി കടന്നു മനസ്സിലായതും മാർക്ക് ഫെല്ലർ ആ ഡിവൈൻ സിറ്റിയിലെ ഫോർമേഷൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ പോയത് സാക്ഷാൽ ഷൂമേക്കറുടെ അടുത്തേക്കാണ്. ഷൂമേക്കറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഷൂമേക്കറുമായി മാർക്ക് എത്തിയത് വെല്ലിയുടെ അടുത്താണ്. ഷൂമേക്കറെയും മാർക്കിനെയും കണ്ടപ്പോൾ വെല്ലിക്ക് വലിയ സന്തോഷം. ഏയ് മാർക്ക്, ഞാൻ ആ ചിത്രങ്ങൾ കണ്ട് ശരിക്കും നടുങ്ങിപ്പോയായിരുന്നു. ആകാശത്ത് ആ ചാവു സഹോദരന്മാർ മാർക്കിനെ പീഡിപ്പിക്കുന്ന രംഗം വെല്ലി കണ്ടിരുന്നു. ആ ചിത്രം കണ്ട വെല്ലി എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച നിമിഷങ്ങൾ ഇപ്പോഴും വെല്ലിക്ക് ഓർമ്മയുണ്ട്. വെല്ലിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ശരിക്കും ആ നിമിഷത്തിൽ മാർക്ക് പെട്ടിരിക്കുകയായിരുന്നു. ഷൂമേക്കർക്കും വെല്ലിക്കും മാർക്ക് തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷം. പെട്ടെന്ന് മാർക്ക് പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം പറയാനാണ് ഒന്നിച്ചു ചേർത്തത്. എന്താ മാർക്ക്? നമ്മുടെ സെക്ഷൻ മാസ്റ്റർ ശ്രീറാം ഡിവൈൻ സിറ്റിയിൽ ഇപ്പോൾ സെക്ലൂഷനിലാണ്. ഡിവൈൻ സിറ്റിയിൽ അദ്ദേഹം സെക്ലൂഷനിൽ ഇരിക്കുന്ന കാര്യം എന്തായാലും ഇതിനോടകം യുവാൻ ഷോ അറിഞ്ഞു കാണും. യുവാൻ ഷോ അവിടെ എത്തി ശ്രീറാമിനെ വധിക്കാൻ സാധ്യതയുണ്ട്. മാർക്ക് അത് പറഞ്ഞതും വെല്ലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചാൽ ആ യുവാൻ ഷോയെ തടുക്കാൻ പറ്റില്ല. ലോർഡ് ജൂ ജീവിച്ചിരുന്നെങ്കിൽ ശരിക്കും ആ യുവാൻ ഷോയെ തടുക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തിയേനെ. അത് കേട്ടതും മാർക്ക് വെല്ലിയോട് പറഞ്ഞു, മാസ്റ്റർ, ജൂ മരിച്ചിട്ടൊന്നുമില്ല, അവരിപ്പോഴും ജീവനോടുണ്ട്. മാർക്ക്, നീ എന്തായി പറയുന്നത്? ജൂ മരിച്ചില്ലെന്നോ? അതെ മാസ്റ്റർ, ഞാൻ ജൂവിനെ കാണിച്ചുതരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ വെല്ലിയും ഷൂമേക്കറുമായി അകത്തേക്ക് നടന്നു. അവിടെ എത്തിയ മാർക്കിന്റെ ആ നിലവറയിൽ നിന്ന് ആ ശവപ്പെട്ടി പുറത്തെടുത്ത് അതിൻ്റെ മൂടി തുറന്നു. ആ മൂടി തുറക്കപ്പെട്ടപ്പോഴാണ് വെല്ലി അമ്പരപ്പോടെ ആ കാഴ്ച കാണുന്നത്. ജൂ ആ പെട്ടിക്കകത്ത് അങ്ങനെ കിടക്കുകയാണ്. മാർക്ക്, ജൂവിനെ ഇങ്ങനെ പെട്ടിക്കകത്ത് ആക്കിയാൽ എന്താ ഗുണം? ജൂവിനെ രക്ഷിക്കണ്ടേ? വെല്ലിക്ക് വളരെയേറെ ഇഷ്ടമുള്ള കഥാപാത്രമാണ് ഈ ജൂ എന്ന് പറയുന്നത്. ഷൂമേക്കർ നിശബ്ദനായി ജൂവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സഥേൺ മേഖലയിൽ ഒരുപാട് ആളുകളുടെ ആരാധന പിടിച്ചു പറ്റിയിട്ടുള്ള കഥാപാത്രമാണ് ലോർഡ് ജൂ. ജൂവിനെ അന്ന് സീമാബായിയുടെയും കൂട്ടരുടെയും ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച് ആ ബാംബു മൗണ്ടനിലേക്ക് കൊണ്ടുപോയത് ഷൂമേക്കറാണ്. ഷൂമേക്കറുടെ അടുത്തു നിന്നാണ് മാർക്ക് ആ പെട്ടിക്കുള്ളിലേക്ക് ജൂവിനെ മാറ്റിയത്. ജൂവിനെ തന്നെ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന ഷൂമേക്കർ വെല്ലിയോടും മാർക്കിനോടായി പറഞ്ഞു, നമുക്ക് ജൂവിനെ രക്ഷിക്കണം. പക്ഷെ ഇപ്പോഴത്തെ വിഷയം അതല്ല. ഇപ്പോൾ നമ്മൾ രക്ഷിക്കേണ്ടത് ശ്രീറാമിനെയാണ്. ശ്രീറാമിനെ അപകടപ്പെടുത്താനായി സാക്ഷാൽ യുവാൻ ഷോ വരുമ്പോൾ യുവാൻ ഷോയെ നേരിടാൻ നമുക്ക് കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഷൂമേക്കർ അത് പറയുന്നത് വ്യക്തമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പരമാവധി 10 ദിവസം, അതിനിടയിൽ
സാക്ഷാൽ യുവാൻ ഷോ അയാളുടെ ഒറിജിനൽ രൂപത്തിലേക്ക് മടങ്ങിയെത്തും. അയാൾ ഇതുവരെ സൃഷ്ടിച്ചതൊക്കെ ക്ലോണുകളാണ്. ഇനി വരാൻ പോകുന്നത് അയാളുടെ ഒറിജിനൽ രൂപമാണ്. ആ ഒറിജിനൽ രൂപത്തിന് മിനിമം റിവേർഷൻ ഔട്ട് സ്റ്റേജ് സ്ട്രെങ്തെങ്കിലും കാണും. അതിശക്തനായ യുവാൻ ഷോയെ ആ സമയത്ത് നേരിടാൻ ഒരാൾക്കും പറ്റില്ല. ഷൂമേക്കർ അങ്ങനെ പറഞ്ഞതും മാർക്ക് അവന്റെ ആ നിലവറയിൽ നിന്ന് പർപ്പിൾ ക്ലൗഡ് പേള് പുറത്തെടുത്തു. ശരിക്കും പർപ്പിൾ നിറത്തിലുള്ള പിതുക്കിയാൽ പിതുങ്ങുന്ന ശൈലിയിലുള്ള ആ പേളിനെ കണ്ടതും വെല്ലി അമ്പരപ്പോടെ മാർക്കോട് ചോദിച്ചു, മാർക്ക്, ഇത് ആ ചാവു സഹോദരന്മാരുടെ കയ്യിരുന്നല്ലേ? അതേ മാസ്റ്റർ, അത് തന്നെയാണ് ഇത് ശരിക്കും പവർഫുൾ ആണ്. ഇത് വെച്ച് നമുക്ക് ആ യുവാൻ ഷോയെ നേരിടാൻ പറ്റും. യുവാൻ ഷോ ഒരു റിവേർഷൻ ഔട്ട് സ്റ്റേജ് കൾട്ടിവേറ്ററായി പുനർജനിക്കാനാണ് സാധ്യത. പക്ഷെ ഈ പേള് അതിന് മുകളിലുള്ള ഒരു ട്രൂ സൈന്റ് വെപ്പണാണ്. പക്ഷെ ഈ പേളിന് ആ റിവേർഷൻ ഔട്ട് സ്റ്റേജിനേക്കാൾ പവറുണ്ട്. ഒരു ട്രൂ സൈന്റിന്റെ പവർ ആ പേളിനുണ്ട്. അതാണ് മാർക്ക് അർത്ഥമാക്കുന്നത്. മാർക്ക് അത് പറഞ്ഞതും ഷൂമേക്കറും മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ പേളിലേക്ക് നോക്കി. ഷൂമേക്കറും വെല്ലിയും മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ പേളിലേക്ക് നോക്കുന്ന അതേ നിമിഷത്തിൽ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ടായി. മാർക്കിന്റെ കയ്യിൽ ആ പേള് ഒന്ന് തിളങ്ങിയെന്ന് മാത്രമല്ല, മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ പേള് സാവധാനം വായുവിലോട്ട് ഒന്ന് ചലിക്കുകയും ചെയ്തു. ആരും തൊടാതെ ആ ബോള് മാർക്കിന്റെ കയ്യിൽ നിന്ന് മൂവ് ചെയ്ത് നേരെ മുന്നിലേക്ക് വന്ന ആ പേളിൽ നിന്ന് പെട്ടെന്നാണ് പർപ്പിൾ നിറത്തുള്ള പ്രകാശം താഴെ ആ പെട്ടിയിൽ കിടക്കുന്ന സാക്ഷാൽ ജൂവിന്റെ ബോഡിയിലേക്ക് പതിക്കുന്നത്. ജൂവിന്റെ തല മുതൽ കാല് വരെ ആ പ്രകാശം വ്യാപിച്ചു. അത് കണ്ടതും വെല്ലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ ഇത്? മാർക്കിനും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല. അവനും അന്തം വിട്ട് നിൽക്കുകയാണ്. വെല്ലിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ മാർക്ക് അമ്പരപ്പോടെ ആ രംഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ശരിക്കും വെല്ലിയുടെ ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് പറയേണ്ടതെന്ന് മാർക്കിനും അറിയില്ല. ഷൂമേക്കറും നിശബ്ദനായി ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവരെ മൂവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പേള് അനവധി രശ്മികളായി പതുക്കെ പിരിഞ്ഞു തുടങ്ങുന്നത്. ശരിക്കും ആ പവിഴം ആയിരക്കണക്കിന് ചെറു രശ്മികളായി പിരിയുമ്പോൾ വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച പോലെ അവർ ആ കാഴ്ച കാണുകയാണ്. ആ രശ്മികൾ ഒന്നടങ്കം സാവധാനം ജൂവിന്റെ ബോഡിയിലേക്ക് ഒന്ന് തൊട്ടു. ആ പേളിനെ ഇപ്പൊ കാണാനില്ല. അതിനു പകരം നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് രശ്മികളാണ്. ആയിരക്കണക്കിന് രശ്മികൾ സാവധാനം ജൂവിന്റെ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിച്ചതിന് ശേഷം പതുക്കെ ജൂവിന്റെ ബോഡിയിൽ അങ്ങ് അപ്രത്യക്ഷമായി. മാർക്ക് ഏതാണ്ട് വാ പൊളിച്ച് നിൽക്കുകയാണ്. അവന്റെ സകല പ്രതീക്ഷയും ആ പർപ്പിൾ ക്ലൗഡ് പേളിലായിരുന്നു. ആ പർപ്പിൾ ക്ലൗഡ് പേള് ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നു. മാർക്ക് അമ്പരന്ന് നിൽക്കുമ്പോൾ വെള്ളിയാണ് മാർക്കിനോട് ആ കാര്യം സൂചിപ്പിക്കുന്നത്. മാർക്ക്, നീ ജൂവിനെ നോക്കി. വെള്ളി പറയുന്ന കേട്ടതും ഷൂമേക്കറും മാർക്കും ഒരുമിച്ച് ജൂവിനെ നോക്കി. ജൂവിന്റെ ബോഡിയിൽ ഒരു തിളക്കം ഉണ്ടായി വരികയാണ്. അവളുടെ ബോഡിയിലേക്ക് രക്തം പതുക്കെ ഇരച്ച് കയറുന്നുണ്ട്. നേരത്തെ മുഖം ഏതാണ്ട് വെളുത്തിരിക്കുകയായിരുന്നു. ആ വിളർച്ച അതിവേഗമാണ് അങ്ങ് മാറിയത്. ആ വിളർച്ച മാറി എന്ന് മാത്രമല്ല, ജൂവിന്റെ വിരലുകൾ ചലിക്കുന്നതും അവർക്ക് കാണാം. മുഖത്തെ മാംസപേശികളും ചലിച്ചു തുടങ്ങി. വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ് ആ മൂവർ സംഘം. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജൂ പതുക്കെ കണ്ണു തുറന്ന ജൂ ആ മൂന്നുപേരെയും കണ്ടതും അവരോട് ചോദിച്ചു, ഏയ്, നിങ്ങളെന്തിനാ എന്നെ നോക്കി നിൽക്കുന്നേ? ജൂവിന്റെ സാധാരണമായിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ചിരിക്കണമോ കരയണമോ എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ആ മൂവർ സംഘം. പെട്ടെന്ന് മാർക്ക് ജൂവിനെ പിടിച്ചെണീപ്പിച്ചു എന്ന് മാത്രമല്ല, മാർക്ക് ജൂവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ശരിക്കും മാർക്കിന് വല്ലാത്ത കരച്ചിൽ വരുന്നുണ്ട്. ജൂ മാർക്കിന് എന്തൊക്കെയാണ്. മാർക്ക് തന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ജൂവിനും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ജൂ അവന്റെ തോളിൽ തട്ടി മാർക്കിനോട് പറഞ്ഞു, ഏയ്, ഒന്നുമില്ല. അങ്ങനെ ജൂ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് ആ പെട്ടിയിൽ നിന്ന് ചാടി എണീറ്റ് ജൂ തിരിഞ്ഞ പെട്ടിയിലേക്ക് നോക്കിയ ജൂ അമ്പരപ്പോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്നല്ലാടാ എന്നെ ശവപ്പെട്ടിയിൽ എടുത്ത് കിടത്തിയത്? ശവപ്പെട്ടിക്കകത്താണ് താൻ കിടന്നെന്നുള്ള കാര്യം ജൂ പെട്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഒരു ചോദ്യമാണ് അവിടെ വന്നത്. ശരിക്കും അമ്പരന്ന് ഞെട്ടി തരിച്ച് നിൽക്കുന്ന ഷൂമേക്കറും വെള്ളിയും ജൂവിനെയും മാർക്കിനെയും നോക്കുമ്പോൾ വെള്ളി ജൂവിനോട് പറഞ്ഞു, ലോർഡ് ജൂ, നീ ശരിക്കും എന്നെ അതിശയിപ്പിക്കുകയാണ്. വെള്ളി, എന്തൊക്കെയാ സംഭവിച്ചത്? എനിക്ക് ഒന്നും കൊണ്ട് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ജൂ പറഞ്ഞതും അവര് ജൂവിനെ കൊണ്ട്
ഹാളിലേക്ക് നടന്നു. ഹാളിലെത്തിയതും ജൂ അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും മുമ്പ് എനിക്കൊരു കാര്യം വേണം. എന്ത്? എനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന്. ജൂവിന്റെ ഭക്ഷണത്തോടുള്ള ആ താല്പര്യത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് വെല്ലി. വെല്ലി അധിക സമയം കളയും മുമ്പ് വെല്ലി ഉടൻ തന്നെ വെൻഡായും വെന്നെറിക്കിനെയും വിളിച്ചു. അവന്മാർക്കും ജൂവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതിവേഗം അവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യപ്പെട്ടു. ആ സമയത്ത് അവർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കാൻ മാർക്കിന് ശരിക്കും വിഷമമുണ്ടെങ്കിലും ജൂവിന്റെ ആ പുനർജനി ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞതും ജൂവിനോട് നടന്ന സംഭവങ്ങൾ അവർ പറഞ്ഞു. ഷൂമേക്കറും അതുപോലെ വെല്ലിയും റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നുള്ള യാഥാർത്ഥ്യവും ജൂ മനസ്സിലാക്കിയാണ്. മാർക്ക് ജൂവിനോട് പറഞ്ഞു, ഇപ്പോ ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം മാർക്ക്? ജൂന് ആ യുവാൻഷുവെ അറിയില്ലേ? ആ, എനിക്കറിയാം. ആ നോർത്തർലാൻഡ് ആ ലോഡ്, അതെ, അയാള് പുനർജനിക്കാൻ പോവുകയാണ്. അതിനകത്ത് നമുക്ക് അവനെ തീർക്കാം. ജൂ ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളല്ലേ? അയാളൊരു റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജുകാരനാണ്. റിവേഴ്ഷൻ ഓൾഡ് സ്റ്റേജിലുള്ള ഒരാളെ ജൂ എങ്ങനെ നേരിടും? സദേൺ മേഖലയിൽ ഏറ്റവും ശക്തരായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ ജൂ. പക്ഷെ ആ ജൂ ഇപ്പോ ശക്തയല്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് ജൂവിനോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ജൂവിന് അത് ശരിക്കും കൊണ്ടുവന്ന് തന്നെ പറയാം. അവർക്കൊരു വിഷമം പോലെയുണ്ട്. പക്ഷെ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണെന്ന് ജൂവിന് അറിയുകയും ചെയ്യും. അവരങ്ങനെ സംസാരിക്കുമ്പോൾ നോർത്തേൺ ലാൻഡിൽ യോങ്ജി ഓടിയെത്തി സീമബായിയോടും യുവാൻഷോയോടുമായി പറഞ്ഞു, ഞാനിപ്പോ ഒരു വാർത്ത അറിഞ്ഞു. ആ മാർക്ക് ഫെല്ലർ ശ്രീരാമുമായിട്ട് ഡിവൈൻ സിറ്റിയിലേക്ക് മൂവ് ചെയ്ത കാര്യമാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അവർ കേട്ടത്. വാർത്ത കേട്ടതും യുവാൻഷോ ആ മൂവർ സംഘത്തോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഡിവൈൻ സിറ്റിയിലേക്ക് ചെല്ലും. ആ ശ്രീറാമിനെ ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കരുത്. ഡിവൈൻ സിറ്റിക്കകത്ത് ബ്രേക്ക് ത്രൂവിനുള്ളൊരു ശ്രമമാണ് ശ്രീറാം നടത്തുന്നത് മനസ്സിലാക്കാൻ യുവാൻഷോയ്ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. യുവാൻഷോയുടെ ഉത്തരവ് കിട്ടിയതും ഹെക്ടർ ടെങ്ങും സീമബായും യോങ്ജി കൂടി അതിവേഗം ഡിവൈൻ സിറ്റിയിലേക്ക് തിരിച്ചു. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും ജൂവും ഷൂമേക്കറും വെല്ലിയും ശ്രീറാമിന് എങ്ങനെ സംരക്ഷണം കൊടുക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ഒരു കാര്യം ഉറപ്പാണ്, സീമബായും അതുപോലെ കൂടെയുള്ള കക്ഷികളും ശ്രമിച്ചാൽ ആ ഡിവൈൻ സിറ്റിയുടെ ഫോർമേഷൻ തകർക്കാനൊന്നും പറ്റില്ല. ശക്തമായ ഫോർമേഷനാണ് അവിടെ ഉള്ളത്. പക്ഷേ യുവാൻഷോ രംഗത്ത് വന്നാൽ കഥ ആകെ മാറും. യുവാൻഷോ രംഗത്ത് വരുമ്പോൾ ആ ഫോർമേഷൻ തകർക്കപ്പെടുകയാണെങ്കിൽ ശ്രീറാം കൊല്ലപ്പെടും. ആ സമയത്ത് ശ്രീറാമിനെ എങ്ങനെ രക്ഷിക്കാം? അതാണ് അവരുടെ ചർച്ച. ആ ചർച്ചയിൽ ഇടയ്ക്ക് കയറി ജൂ അഭിപ്രായം പറയും, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവനെ ശരിയാക്കാം. ജൂ ശരിക്കും ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ വെല്ലിയും ഷൂമേക്കറും ജൂവോട് പറയും, ജൂ, നീ ഒരു റിവേഷൻ ഓൾഡ് സ്റ്റേജുകാരി ആയിരുന്നുവെങ്കിൽ നീ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടായനെ. നീ വെറും ഒരു ഹാഫ് സ്റ്റെപ്പ് മാത്രമാണ്. നിനക്കൊരിക്കലും റിവേഷൻ ഓൾഡ് സ്റ്റേജിലെ ആ യുവാൻഷുവെ നേരിടാൻ പറ്റില്ല. ജൂ കുറച്ച് പിന്നോക്കമാണെന്ന് ജൂവിനോട് മുഖത്ത് നോക്കി അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇന്ത്യക്ക് 10-ാം ദിവസം അത് സംഭവിക്കും. യുവാൻഷോ അവന്റെ പൂർണ്ണ ശക്തി സംഭരിച്ചുകൊണ്ട് പുനർജനിക്കുന്നത് അന്നാണ്. ശ്രീറാം തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. മാർക്ക് അക്കാര്യം ആ ടീമിനോടും പങ്കുവച്ചിരിക്കുകയാണ്. ദിവസം 2 അതിവേഗമാണ് കടന്നുപോയത്. ഇനി 8 ദിവസം കൂടിയേ ഉള്ളൂ. ഈ സമയത്താണ് ഡിവൈൻ സിറ്റിയിൽ യോങ്ജിയും ഹെക്ടർ ടെങ്ങും അതുപോലെ സീമബായി എത്തിയത്. സീമബായി അതിവേഗം ആ ഡിവൈൻ സിറ്റിയുടെ മുകളിലെത്തി. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അയാൾക്ക് വ്യക്തമായും ആ 2 കാഴ്ചകളും കാണാം. അങ്ങ് വിദൂരതയിൽ മലകൾക്കിടയിലായി ധ്യാനത്തിലിരിക്കുന്ന സാക്ഷാൽ ഹാൻസ് മില്ലറെ അയാൾ കണ്ടു. ഡിവൈൻ സിറ്റിക്ക് അകത്ത് തന്നെയുള്ള അതിവിശാലമായ ഒരു പുൽമേടിൽ ധ്യാനത്തിലിരിക്കുന്ന ശ്രീറാമിനെയും അയാൾ കണ്ടു. ആ കാഴ്ച കണ്ടതും സീമബായി ഒന്ന് ഉറക്കെ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് അയാൾ ഉറക്കെ ശ്രീറാമിനോട് പറഞ്ഞു, ശ്രീറാം, നീ ഇവിടെ ഒളിച്ചിരുന്ന് ബ്രേക്ക് ത്രൂവിന് ശ്രമിക്കുകയാണല്ലേ? ശ്രീറാം, നിന്റെ സ്വപ്നം മാത്രമാകും ഈ ബ്രേക്ക് ത്രൂ. അങ്ങനെ ഉറക്കെ സീമബായി പറയുമ്പോൾ ശ്രീറാം ആ കാഴ്ച കണ്ടു. ശ്രീറാമൻ ആകാശത്ത് നിൽക്കുന്ന സീമബായിയെ കാണാം. സീമബായി ശ്രീറാമിനെ നോക്കി ഉറക്കെ പറഞ്ഞു, ശ്രീറാം, ഇവിടെ ഒരു ഫോർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കും അറിയാം. ആ ഫോർമേഷൻ ഉപയോഗിച്ച് നീ എന്നെ തടുക്കാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കത്തില്ല. നീ എന്റെ ശക്തി എന്താണെന്നത് തിരിച്ചറിയാൻ പോവുകയാണ്. ഇപ്പോ സീമബായും ഒരു റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ കൾട്ടിവേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നത് അയാൾക്ക് അറിയാം.
റിവേർഷൻ ഓയിഡ് സ്റ്റേജിൽ സീമബായി അയാളുടെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ഒന്ന് താഴോട്ട് താഴ്ക്കുമ്പോൾ ശക്തമായ ഒരു തീമഴ തന്നെ ആ കയ്യിൽ നിന്ന് താഴേക്ക് വന്നു. അതിശക്തമായ പ്രകാശം തീയുടെ രൂപത്തിൽ താഴെയുള്ള ഫോർമേഷൻ നേരെ പാഞ്ഞു വരികയാണ്. ശ്രീറാം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാതെ ചമ്രം പണിഞ്ഞിരുന്ന് അപ്പോഴും അയാളുടെ ആ ബ്രീത്തിങ് എക്സസൈസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആകാശത്ത് നിന്ന് തീമഴ താഴേക്ക് പാഞ്ഞു വരുന്നത്. ആ തീമഴ ആ ഡിവൈൻ സിറ്റിക്ക് ഒരു നിശ്ചിത അകലത്തിൽ എത്തിയതും ആ ഡിവൈൻ സിറ്റിയുടെ എല്ലാ ഭാഗത്തു നിന്നും ഒരു സുവർണ പ്രകാശം ആ സിറ്റിക്ക് മുകളിലായി ഉണ്ടായി. ശരിക്കും സുവർണ നാരികളുടെ ഒരു കൂട്ടായ്മ അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയാം. ആയിരക്കണക്കിനെന്നോ പതിനായിരക്കണക്കിനെന്നോ വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരുപാട് സുവർണ നാരികൾ തലങ്ങും വിലങ്ങും ആ സിറ്റിയുടെ എല്ലാ ഭാഗത്തുമായി ഉണ്ടായി. ആ സിറ്റി പൂർണ്ണമായി ആ സുവർണ നാരികളാൽ കവർ ചെയ്യപ്പെട്ട ആ നിമിഷത്തിലാണ് ആ നാരികളിലേക്ക് ആ തീ വന്നിടിക്കുന്നത്. ആ തീ ആ നാരികളുടെ അടുത്തെത്തിയ ആ നിമിഷത്തിൽ തന്നെ ആ നാരികൾ ഒന്ന് തിളങ്ങി. ആ നിമിഷത്തിൽ ആ തീ ശരിക്കും അവിശ്വസനീയമായ ശൈലിയിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടു. അത് അങ്ങ് ചിതറിപ്പോവുകയായിരുന്നു. തന്റെ അതിശക്തമായ ആ പ്രഹരത്തെ വളരെ കൂളായിട്ട് ആ ഡിവൈൻ ഫോർമേഷൻ ഭേദിച്ചത് സീമബായിയും കണ്ടു. ദേഷ്യമെന്ന സീമബായി ഇരു കൈകൾ കൊണ്ട് അതിവേഗം തുരുതുര വീണ്ടും തീ മഴകൾ പെയ്ച്ചു തുടങ്ങി. ഈ കാഴ്ച കണ്ട യോങ്ജിയും സീമബായിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അയാൾ കൈ നിവർത്തി അതിശക്തമായ ഒരു ഒറ്റ ഇടി, വൻ പവറിലാണ് അയാൾ ഇടിക്കുന്നത്. അയാൾ അതിശക്തമായി ഇടിക്കുമ്പോൾ തൊട്ടുപുറകിൽ ഹെക്ടറും എത്തി. ഹെക്ടർ നോക്കുമ്പോൾ സീമബായിയും അതുപോലെ യോങ്ജിയും കൂടി ആ ഡിവൈൻ ഫോർമേഷനെ ശക്തമായി ആക്രമിക്കുകയാണ്. ആദ്യത്തെ 5-10 മിനിറ്റ് വളരെ ആവേശത്തിലാണ് സീമബായിയും യോങ്ജിയും ആക്രമിച്ചതെങ്കിലും അവർക്ക് വേഗം ഒരു കാര്യം മനസ്സിലായി. അവരുടെ ആ ആക്രമണത്തിൽ ഉലയുന്ന ഒന്നല്ല ആ ഡിവൈൻ ഫോർമേഷൻ. ഏകദേശം അരമണിക്കൂറായിട്ടും അവരുടെ ആക്രമണത്തിന് ആ ഡിവൈൻ ഫോർമേഷനെ തൊടാൻ പറ്റില്ല എന്ന് മനസ്സിലായതും ശ്രീറാം അറിയാതെ പറഞ്ഞു പോവുകയാണ്. വെറുതെയല്ല മാർക്കിന് ഇത്ര കോൺഫിഡൻസ്. ആ ഡിവൈൻ സിറ്റിക്ക് അകത്ത് വെച്ച് ശ്രീറാമിന് ഒന്നും പറ്റില്ല എന്ന് മാർക്ക് തന്നെ ശ്രീറാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ശ്രീറാം അത് വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോ ശ്രീറാമിന് കഥ മനസ്സിലായി. ശക്തമായ ഒരു ഫോർമേഷൻ അവിടെ തീർക്കപ്പെട്ടിരിക്കുകയാണ്. അത് മനസ്സിലായതും ശ്രീറാം മുകളിലുള്ള കക്ഷികളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് പൂർണ്ണമായും ധ്യാനത്തിലേക്ക് അങ്ങ് കടന്നു. ഏതാനും മണിക്കൂറുകൾ നേരം യോങ്ജിയും സീമബായും കൂടി പഠിച്ച പണി 18 നോക്കിയിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ആ സമയത്താണ് സീമബായി തിരിഞ്ഞ് ഹെക്ടർ എങ്ങനെ നോക്കുന്നത്. ഹെക്ടർ, നിന്റെ കയ്യിൽ ആ വൈറ്റ് ബൗൺ ക്ലബില്ലേ, നീ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. അത് കേട്ടതും അവൻ ആ വൈറ്റ് ബൗൺ ക്ലബ് ആക്ടിവേറ്റ് ചെയ്ത് ആ ബൗണ്ടറിയെ ഭേദിക്കാൻ ഒരു ശ്രമം നടത്തി. ശക്തമായ ഒരു ആയുധമാണ് ആ വൈറ്റ് ബൗൺ ക്ലബ്. അത് വെച്ച് അവൻ ആക്രമിച്ചെങ്കിലും അതിനും ആ ഫോർമേഷനെ തകർക്കാൻ പറ്റിയില്ല. അത് കണ്ടെന്ന് സീമബായി അവനോട് പറഞ്ഞു, ഏയ്, നീ വെറും ഒരു മൈറ്റി ലെവലിലുകാരനല്ലേ, നീ വിചാരിച്ചാൽ അത്ര ശക്തിയെ ആ വൈറ്റ് ബൗൺ ക്ലബിന് കൊടുക്കാൻ പറ്റും. നീ ആ വൈറ്റ് ബൗൺ ക്ലബ് എനിക്ക് താ, ഞാൻ അതുകൊണ്ട് വേഗം ഈ ബൗണ്ടറി തകർക്കാം. ശക്തി കൂടിയ ആളിന്റെ കയ്യിലേക്ക് ആ വൈറ്റ് ബൗൺ ക്ലബ് എത്തിയാൽ സ്വാഭാവികമായിട്ടും ആ വൈറ്റ് ബൗൺ ക്ലബിന്റെ ശക്തി കൂടും. സീമബായിക്ക് അക്കാര്യം അറിയാം. പക്ഷെ അത് കേട്ടതും ഹെക്ടർ സീമബായിയോട് പറഞ്ഞു, ഏയ്, അതൊന്നും ശരിയാകില്ല. ഏയ് ഹെക്ടർ, നീ എന്തായി പറയുന്നത്? നമുക്ക് യുവാൻഷോയുടെ വാക്കുകൾ അനുസരിക്കണ്ടേ? ഏയ് സീമ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാൻ തരത്തില്ല. ഹെക്ടർ അയാളുടെ കൈവശം ഇരിക്കുന്ന ആ എല്ല് ഒരാൾക്കും കൊടുക്കില്ല. അത് അവന്റെ കയ്യിൽ തന്നെ ഇരിക്കണം. അതിന്റെ പച്ചയിലാണ് ഹെക്ടർ ടെങ് പിടിച്ചിരിക്കുന്നത്. അത് സീമബായിക്കോ യോങ്ജിക്കോ ഹാൻഡ് ഓവർ ചെയ്താൽ അത് ശരിയാകില്ല എന്നുള്ള കാര്യം വ്യക്തമായും ഹെക്ടർ ടെങ്ങിന് അറിയാം. ഹെക്ടർ ടെങ്ങിനോട് യോങ്ജിയും സീമബായും പല തവണ പറഞ്ഞു നോക്കിയെങ്കിലും ഹെക്ടർ വഴങ്ങുന്നേയില്ല. അവൻ ആ ബൗൺ ക്ലബ് ഉപയോഗിച്ച് ആ ബാരിയർ തകർക്കാൻ ശ്രമിക്കും. അതല്ലാതെ അത് വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്ത് യൂസ് ചെയ്യിപ്പിക്കാൻ ഹെക്ടർ തയ്യാറേ അല്ല. ഇതിനിടയിൽ ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. പിറ്റന്നാണ് 10ാം ദിവസം. ആ ദിവസം എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്നാണ് യുവാൻഷോ പുനർജനിക്കുന്നത്. 9ാം ദിവസം രാത്രി ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അയാളുടെ മുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അയാൾ വാതിലിലോട്ട് നോക്കുകയും ചെയ്യും. അയാൾ ആ രാത്രിയിൽ ആരെയോ പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാണ്. ഈ കാഴ്ച കണ്ട ഒരു എൽഡർ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററോട് ചോദിച്ചു, ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ, അങ്ങ് ആരെയോ പ്രതീക്ഷിക്കുകയാണല്ലേ?
അതെ, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ചില ആളുകളെ ഈസ്റ്റേൺ പ്രോവിൻസിലേക്ക് അയച്ചിരിക്കുകയാണ്. അവര് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ യുവാൻ ഷോയെ നേരിടാൻ നമുക്ക് പറ്റിയേക്കും. ഒരൊറ്റ പ്രതീക്ഷയാണ് ഇപ്പോൾ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്കുള്ളത്. അത് ഈസ്റ്റേൺ പ്രോവിൻസിൽ നിന്നുള്ള സഹായമാണ്. അയാൾ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഈസ്റ്റേൺ പ്രോവിൻസിലേക്ക് പോയ ദൂതൻ മടങ്ങിയെത്തി. അവൻ അവിടെ നിന്ന് കിട്ടിയ റിസൾട്ട് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ പറഞ്ഞു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അവരാരും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. നോർത്തും സൗത്തും തമ്മിലുള്ള ഈ ആഭ്യന്തര യുദ്ധത്തിൽ അവർക്ക് ഒരു താല്പര്യമില്ലെന്നാണ് അവരെല്ലാവരും പറയുന്നത്. വെസ്റ്റേൺ പ്രോവിൻസ് നോർത്തുമായി ചേർന്ന് സൗത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചതുപോലെ ഒരു കോമ്പിനേഷൻ വർക്കിന് ഈസ്റ്റേൺ പ്രോവിൻസിലെ ആളുകൾക്ക് താല്പര്യമില്ലെന്ന് അവര് വ്യക്തമാക്കുകയാണ്. അതും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം. ഒരു കാരണവശാലും ഈസ്റ്റേൺ പ്രോവിൻസിൽ നിന്ന് ആരും സദേൺ പ്രോവിൻസിൽ സഹായിക്കാൻ വരില്ല എന്ന് മനസ്സിലായതും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററെ മുഖം അങ്ങ് ശരിക്കും വിവരണമായി. തീർന്നു, സകലതും അവസാനിച്ചു. യുവാൻ ഷോയുടെ ക്ലോണുകളുടെ ശക്തി അയാൾ നേരിട്ട് കണ്ടതാണ്. ഇനി വരാനിരിക്കുന്നത് ഒറിജിനൽ യുവാൻ ഷോയാണ്. ആ ഒറിജിനൽ യുവാൻ ഷോ പുനർജനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അയാൾ പുനർജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നതൊക്കെ യുവാൻ ഷോയുടെ ഒരു താണ്ഡവമായിരിക്കും. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർക്ക് അക്കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ മാത്രമല്ല, സദേൺ മേഖലയിലെ ഒട്ടുമുക്കാൽ ആളുകൾക്കും ആ കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ പ്രോവിൻസിലേക്കുള്ള ഒഴുക്ക് വൻതോതിൽ കൂടുകയാണ്. എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ശക്തരായ ആളുകളൊക്കെ സദേൺ പ്രോവിൻസിനെ ഒഴിവാക്കി ഈസ്റ്റേൺ പ്രോവിൻസിനകത്ത് അഭയം പ്രാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കുറേയേറെ ആളുകൾ വെസ്റ്റിലേക്കും പോയിട്ടുണ്ട്. സദേൺ പ്രോവിൻസിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവരും സ്വയം തിരിച്ചറിഞ്ഞതുപോലെയായി. എന്നാൽ എന്ത് സംഭവിച്ചാലും പോകില്ല എന്ന് പറഞ്ഞിട്ട് സദേൺ മേഖലയിൽ തന്നെ നിൽക്കുന്ന അനവധി ആളുകളുമുണ്ട്. അവര് അവരുടെ ശ്വാസത്തിന്റെ അവസാന കണിക വരെ സദേൺ പ്രോവിൻസിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ കപ്പാസിറ്റി വളരെ കുറവാണ്. പിറ്റേന്ന് നേരം പുലർന്നു. രാവിലെ കൃത്യം 9 മണി. ഈ സമയമായപ്പോൾ നോർത്തേൺ ലാൻഡിന് മുകളിൽ അതീവ മനോഹരങ്ങളായ അനവധി മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. കളർ ക്ലൗഡ്സാണ് വന്നിരിക്കുന്നത്. നോർത്തേൺ ലാൻഡിന് സമീപത്തുള്ള സദേൺ മേഖലയിലുള്ള ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുള്ള ആളുകൾക്ക് അങ്ങ് വിദൂരതയിൽ നോർത്തേൺ ലാൻഡിന്റെ മുകളിലുള്ള ആ കളർ മേഘങ്ങൾ കാണുകയും ചെയ്യാം. മഴവില്ലിനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലുള്ള ഇഷ്ടംപോലെ മേഘങ്ങൾ അവിടെയുണ്ട്. സമയം കടന്നു പോകുന്നതനുസരിച്ച് അവിടെയുള്ള മേഘങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പെട്ടെന്നാണ് ആ മേഘങ്ങളിൽ നിന്ന് ഒരു പ്രകാശം താഴേക്ക് പതിക്കുന്നത് സദേൺ മേഖലയിലുള്ള ആളുകൾ കണ്ടത്. അങ്ങ് വിദൂരത്തിലാണെങ്കിലും ആകാശത്ത് താഴേക്ക് അതിവേഗം പ്രകാശം ഒരു തൂണ് പോലെ വരുന്നത് അവർക്ക് കാണാം. ഈ സമയത്ത് നോർത്തേൺ ലാൻഡിൽ ആ മഞ്ഞുമലയുടെ താഴെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നോർത്തേൺ ലാൻഡുകാർ തടിച്ചു കൂടിയിരിക്കുകയാണ്. അവരെല്ലാവരും ആ കാഴ്ച അവരവരുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ എത്തിയതാണ്. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു വലിയ ടണലിന്റെ അതേ വലിപ്പത്തിൽ ആകാശത്തുനിന്ന് പ്രകാശം ആ മഞ്ഞ് മലയ്ക്കുള്ളിലേക്ക് വീണു. മഞ്ഞ് മലയ്ക്കുള്ളിലേക്ക് വീഴുന്ന പ്രകാശം നേരെ വന്ന് വീഴുന്നത് യുവാൻ ഷോയുടെ പുറത്താണ്. യുവാൻ ഷോ ആ പ്രകാശത്തിൽ അങ്ങ് കുളിച്ചു. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന യുവാൻ ഷോ ഒരു വല്ലാത്ത കാഴ്ചയാണ്. മഞ്ഞിനിടയിലൂടെ ആളുകൾക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ശക്തമായ ആ പ്രകാശത്തിൽ മഞ്ഞ് ഏതാണ്ട് സുതാര്യമായതുപോലെയായി. ആ മഞ്ഞിനിടയിലൂടെ അവർ കണ്ട കാഴ്ച പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന യുവാൻ ഷോയാണ്. ആ പ്രക്രിയ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും തുടർന്ന് കാണും. പ്രകാശം ഇഷ്ടംപോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. ആ വന്നു വീഴുന്ന പ്രകാശം മുഴുവൻ യുവാൻ ഷോയുടെ ബോഡിക്കുള്ളിലേക്ക് ലയിച്ച് ചേരുമ്പോലെ ഒരു തോന്നൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതും നമ്മൾ കാണുന്നത് സുമുഖനായ യുവാൻ ഷോയെ മാത്രമാണ്. യുവാൻ ഷോയുടെ തൊട്ടു മുന്നുള്ള മഞ്ഞ് പാളികൾക്ക് ഇപ്പുറത്തായി താഴെ യുവാൻ ഷോയുടെ 2 ക്ലോണുകൾ നിൽപ്പുണ്ട്. പെട്ടെന്നാണ് ആ ക്ലോണുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയത്. അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ ക്ലോണുകൾ അതിവേഗം പറന്നു വന്ന് യുവാൻ ഷോയുടെ പുറത്തുനിന്ന് ഇടിച്ചു എന്ന് മാത്രമല്ല, യുവാൻ ഷോയുടെ ബോഡിക്കുള്ളിലേക്ക് അത് രണ്ടും അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ ക്ലോണുകൾ യുവാൻ ഷോയിൽ ലയിച്ചു ചേരുകയാണ്. പെട്ടെന്ന് യുവാൻ ഷോ അവിടുന്ന് താഴേക്ക് ജമ്പ് ചെയ്തു. യുവാൻ ഷോയ്ക്ക് ചുറ്റുമായി ശക്തമായ ഒരു പ്രകാശ വലയമുണ്ട്. ആ പ്രകാശ വലയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന യുവാൻ ഷോ അവിടെ ആ ആൾക്കൂട്ടത്തിന് മുന്നിലായി വന്നു നിൽക്കുമ്പോൾ ആൾക്കൂട്ടം ഒന്നടങ്കം മുട്ടുകുത്തി യുവാൻ ഷോയ്ക്ക് ജയ് വിളിച്ചു തുടങ്ങി. അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഇതാ അവസാനിക്കാൻ പോവുകയാണ്. അവരുടെ ലോഡ് യുവാൻ ഷോ ഇത് അതിശക്തമായി പുനർജനിച്ചിരിക്കുകയാണ്.
ഇനി അവർക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ അവർ കരുതുമ്പോൾ ഇവാൻ ഷോ കൈ ഒന്ന് ആകാശത്തേക്ക് ഉയർത്തി. ആ നിമിഷത്തിൽ ആ കൈ ഒരു കൂറ്റൻ കൈയായി അങ്ങ് മാറുകയാണ്. എത്രയെങ്കിലും മീറ്റർ വലിപ്പമുള്ള ഒരു കൂറ്റൻ കൈ ആകാശത്തിൽ രൂപം കൊണ്ടതും അയാളെ കൈ ശക്തമായി താഴേക്ക് വലിച്ചടിച്ചു. ആ കൈ ആകാശത്ത് താഴേക്ക് വലിച്ചടിക്കപ്പെട്ട ആ നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാതെ നോർത്തേൺ ലാൻഡിലെ ആളുകൾ അമ്പരപ്പോടെ അവർക്ക് നേരെ പാഞ്ഞു വരുന്ന കൈയിലേക്കും മുന്നിൽ നിൽക്കുന്ന യുവാൻഷയിലേക്കും നോക്കുന്ന ആ നിമിഷത്തിൽ ആ കൈ അവരുടെ പുറത്ത് പതിക്കുക തന്നെ ചെയ്തു. എന്തിന് എന്നറിയാതെ ആ ആളുകൾ ഒന്നടങ്ങി കൊല്ലപ്പെട്ടു. അത് കണ്ടതും യുവാൻ ഷോ ഒന്ന് ചിരിച്ചു. ചവറുകൾ, ഒരു ശക്തിയുമില്ലാത്ത ഇവരെയാണോ ഞാൻ എൻ്റെ അനുയായികളായി കൊണ്ടു നടക്കേണ്ടത്? ആ ചോദ്യം യുവാൻ ഷോ ചോദിച്ച ആ നിമിഷം മുതൽ നോർത്തേൺ ലാൻഡിൽ നമ്മൾ കാണുന്നത് കൂട്ടക്കൊലയാണ്. നോർത്തേൺ ലാൻഡിൽ ഉണ്ടായിരുന്ന മുഴുവൻ നോർത്തേൺ ലാൻഡുകാരെയും അടുത്ത 24 മണിക്കൂർ കൊണ്ട് യുവാൻ ഷോ കൊന്നൊടുക്കുകയും അവരുടെ പ്രിമോഡിയൽ സ്പിരിറ്റോ ഡിവൈൻ എനർജിയോ ഡിവൈൻ സെൻസോ ഒക്കെ യുവാൻ ഷോ വലിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ യുവാൻ ഷോ എന്ന ഒറ്റ മനുഷ്യൻ മാത്രമേ നോർത്തേൺ ലാൻഡിൽ ഉള്ളൂ. അവിടെ നേരത്തെ 1 മില്യണോളം ആളുകളുണ്ടായിരുന്നു. കുറെ ആളുകളൊക്കെ സദേൺ മേഖലയുമായിട്ടുള്ള ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും യുവാൻ ഷോ ഒറ്റയ്ക്ക് കൊന്നിരിക്കുകയാണ്. ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ബാക്കി വെക്കാതെ യുവാൻ ഷോ മുഴുവൻ പേരെയും കൊന്നു കഴിഞ്ഞതും യുവാൻ ഷോ ഒന്ന് ചിരിച്ചു. ശ്രീറാം, ഇനി എന്റെ ടാർഗറ്റ് നീയാണ്. ചിരിച്ചുകൊണ്ട് യുവാൻ ഷോ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ നേരെ സദേൺ മേഖലയിലേക്ക് ഒരു കുതിപ്പ്. ഈ സമയത്ത് ഡിവൈൻ സിറ്റിക്ക് പുറത്ത് ദിവസവും ആ സിറ്റിയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മൂവർ സംഘം. അവരങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിൽ സാക്ഷാൽ യുവാൻ ഷോ പ്രത്യക്ഷപ്പെടുന്നത്. യുവാൻ ഷോയെ കണ്ടതും ആ മൂവർ സംഘം അതേ നിമിഷത്തിൽ താഴെ മുട്ടുകുത്തി യുവാൻ ഷോയെ നമസ്കരിച്ചു. ശരിക്കും അവരുടെ ആ നമസ്കാരം പൂർണ്ണമായ കീഴടങ്ങലാണ്. യുവാൻ ഷോ അവരൊന്ന് നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങൾ വെറും ചവറുകളായി പോയല്ലോ. ഒരു ഫോർമേഷൻ തയ്യാറാക്കാൻ നിങ്ങൾ വിചാരിച്ചിട്ട് പറ്റിയില്ലേ? യുവർ ലോർഡ്സ്, ക്ഷമിക്കണം, ഞങ്ങൾ വിചാരിച്ചിട്ട് അത് തയ്യാറാക്കാൻ പറ്റിയില്ല. അത് കേട്ടതും പുച്ഛത്തോടെ ആ മൂവർ സംഘത്തെ നോക്കിയ യുവാൻ ഷോ മുകളിലേക്ക് ഒന്ന് കുതിച്ചു. അയാള് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഡിവൈൻ സിറ്റി അയാൾക്ക് നന്നായി കാണാം. അവിടെ ധ്യാനത്തിലിരിക്കുന്ന ശ്രീറാമിനെ അയാൾ കണ്ടു. അത് കണ്ടതും അയാൾ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ഒരു മഴു പ്രത്യക്ഷപ്പെട്ടു. ആ മഴു കയ്യിലേക്കെടുത്ത യുവാൻ ഷോ പെട്ടെന്നാണ് ശക്തമായി മുകളിൽ നിന്ന് താഴേക്ക് പാഞ്ഞു വന്ന ഒരൊറ്റ വെട്ട് വെട്ടുന്നത്. അതിശക്തമായ ആ മഴ കൊണ്ടുള്ള വെട്ട് താഴേക്ക് പതിച്ചതും ഡിവൈൻ സിറ്റിക്ക് മുകളിലുണ്ടായിരുന്ന ആ കവറ് ഒന്ന് ഉലഞ്ഞു. പക്ഷെ അടുത്ത നിമിഷത്തിൽ ആ കവറ് വീണ്ടും ശരിയായി. അത് കണ്ടതും യുവാൻ ഷോ ഒന്ന് ചിരിച്ചു. അത് ശരി, എൻ്റെ ആക്രമണത്തെ തടയ്ക്കാനുള്ള കപ്പാസിറ്റി ഈ ഫോർമേഷന് ഉണ്ടല്ലേ? അയാൾ വീണ്ടും ആ മഴു കയ്യിലേക്ക് എടുത്തു. അതിനുശേഷം അയാൾ ശക്തമായി മഴ ഒന്ന് വീശിയതും അതിശക്തമായ ഒരു പ്രകാശം താഴേക്ക് അങ്ങനെ പാഞ്ഞു വന്നു. ആ പ്രകാശം ആ ഡിവൈൻ സിറ്റിയുടെ മുകളിലെത്തിയതും ഡിവൈൻ സിറ്റിയുടെ മുകളിലുള്ള പ്രൊട്ടക്ഷൻ പെട്ടെന്ന് ആ പാഞ്ഞു വരുന്ന മഴുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പ്രകാശവുമായി ഒന്ന് ഏറ്റുമുട്ടി. ശരിക്കും ആ നിമിഷത്തിൽ ആ ഡിവൈൻ സിറ്റിയുടെ പ്രൊട്ടക്ഷൻ ഒന്ന് കുലുങ്ങി എന്ന് പറയാം. പക്ഷെ ഈ നിമിഷത്തിലാണ് അവിടേക്ക് പാഞ്ഞു വരുന്ന ചില ഓറകൾ യോങ്ജിയുടെയും സീമാബയുടെയും ശ്രദ്ധയപ്പെട്ടത്. അവർ തിരിഞ്ഞു നോക്കിയതും അവര് ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെല്ലറും ബെൻലിയും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. യുവാൻ ഷോയുടെ രണ്ടാമത്തെ ആ ആക്സ് കൊണ്ടുള്ള വെട്ട് ആ ഡിവൈൻ സിറ്റിക്ക് മുകളിൽ പതിച്ചതും ആ ഡിവൈൻ സിറ്റി അക്ഷരാർത്ഥത്തിൽ ഒന്ന് കുലുങ്ങിയെന്ന് തന്നെ പറയാം. അത് കണ്ടതും യുവാൻ ഷോ ഉറക്കെ ശ്രീറാമിനോടായി വിളിച്ചു പറഞ്ഞു, ഈ ഫോർമേഷന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എന്നെ 2 പഞ്ച് ഈ ഫോർമേഷൻ തടുത്തുവെങ്കിൽ 3ാമത്തെ പഞ്ചോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അയാൾ 3ാമതും ആ ഡിവൈൻ ആക്സ് ഉയർത്തിയ ആ നിമിഷത്തിലാണ് അവിടേക്ക് വരുന്ന ശക്തരായ ചില ആളുകളുടെ ഓറ യുവാൻ ഷോയുടെ ശ്രദ്ധയപ്പെട്ടത്. യുവാൻ ഷോ പെട്ടെന്ന് തിരിഞ്ഞു. അതേ സമയത്ത് തന്നെ യുവാൻ ഷോ നോക്കുന്ന അതേ ഭാഗത്തേക്ക് യോങ്ജിയും സീമബായും തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് മാർക്ക് ഫെല്ലറും വെല്ലിയും എത്തിയത്. വെല്ലിയും മാർക്കിനെയും കണ്ടതും യുവാൻ ഷോയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. യുവാൻ ഷോ മാർക്കിനോട് എന്തോ പറയാനായിട്ട് വാ തുറന്ന ആ നിമിഷത്തിൽ ഹെക്ടർ ടെങ് ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഡാ
പമ്പര വിധി, വായാടി, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ ഇവിടേക്ക് ഓടി വന്നത്? നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ സ്ഥലം വിട്ടോളാം. തികച്ചും അപ്രതീക്ഷിതമായി ഹെക്ടർ ചെങ് മാർക്ക് ഫില്ലറെ നോക്കി അങ്ങനെ പറഞ്ഞതും സീമാബായിയും അതുപോലെ യുവാൻഷോയും അമ്പരപ്പോടെ ഹെക്ടറെ നോക്കി. ദേഷ്യം വന്ന യുവാൻഷോ കൈ ഉയർത്തി ഒരൊറ്റ അടിയേറ്റ് ഹെക്ടർ കറങ്ങി താഴെ വീണു. ഹെക്ടറുടെ ബോഡിയുടെ ഒരു പാർട്ട് ആ അടിയിൽ തകർന്നിട്ടുണ്ട്. തറയിലേക്ക് വീണ ഹെക്ടറുടെ നേരെ യുവാൻഷോ കൈയൊന്നു നീട്ടിയതും മാർക്ക് ഉറക്കെ വിളിച്ചു, യുവാൻഷോ, നിന്റെ ദേഷ്യം നീ തീർക്കേണ്ടത് അവനോടല്ല, എന്നോടാണ്. മാർക്ക് ഫില്ലറുടെ ആ വാക്കിൽ കേട്ടതും യുവാൻഷോ ഹെക്ടറെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക് ഫില്ലറോട് ഓടി രക്ഷപ്പെടാൻ ഹെക്ടർ ആവശ്യപ്പെട്ടത് ശരിക്കും യുവാൻഷോയും സീമബായിയും ഞെട്ടിച്ചു എന്ന് പറയാം. അതേ ഞെട്ടൽ യോങ്ജിക്കുമുണ്ട്. മാർക്ക് പറഞ്ഞത് കേട്ടതും ഹെക്ടറെ വിട്ടിട്ട് യുവാൻഷോ മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക് ഫില്ലർ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരാളും ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. പക്ഷെ നീ എന്നെ അതിശയിപ്പിക്കുകയാണ്. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ഈ സഥേൻ ദേശം തന്നെ വിട്ടനെ. യുവാൻഷോ, നിന്റെ വാചകമൊക്കെ നിന്റെ കൈവച്ചാൽ മതി. നിനക്ക് ശ്രീറാമനെ തൊടാനുള്ള സമയം ഞങ്ങൾ തരില്ല. മാർക്ക്, അത് നമുക്ക് നോക്കാം. അങ്ങനെ യുവാൻഷോ പറയുമ്പോഴേക്കും ഷൂമേക്കറും സ്ഥലത്തെത്തി. ഷൂമേക്കറും അതുപോലെ വെല്ലിയും രണ്ട് റിവേർഷൻ ഓയിൽ കൾട്ടിവേറ്റേഴ്സ് ആണ്. മാർക്ക് ഫില്ലർ ഒരു മൈറ്റി ലെവലുകാരനുമാണ്. മൈറ്റി ലെവലുകാരനായ മാർക്കിനെ നോക്കി യുവാൻഷോടായി യോങ്ചി പറഞ്ഞു, ഇവൻ ലോഷ്, ആ മാർക്കിനെ എനിക്ക് വിട്ടു തരണം. മാർക്ക് ഫില്ലറും യോങ്ജിയും തമ്മിലുള്ള ആ ഫൈറ്റിനെ കുറിച്ച് അറിയാവുന്ന യുവാൻഷോ അത് കേട്ടതും ഒന്ന് ചിരിച്ചു. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. യോങ്ജി ഉടൻ മാർക്ക് ഫില്ലർക്ക് നേരെ കുതിച്ചു. മാർക്ക് ഫില്ലർക്ക് നേരെ കുതിച്ച യോങ്ജി രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിശക്തമായി ഫുൾ ഊർജവും കയ്യിലേക്കെടുത്ത് മാർക്കിനെ ആഞ്ഞൊന്ന് പഞ്ച് ചെയ്തു. ആ പഞ്ച് പ്രതീക്ഷിച്ച മാർക്ക് തിരിച്ച് അതേ വേഗതയിൽ യോങ്ജിക്ക് നേരെ ശക്തമായി ഒന്ന് ഇടിച്ചു. രണ്ടുപേരുടെയും കൈകൾ കൂട്ടിമുട്ടിയതും യോങ്ജി ഏതാനും അടി പുറകിലോട്ട് മാറി. യോങ്ജിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളൊരു റിവേർഷൻ ഓയിൽ സ്റ്റേജിലെ കൾട്ടിവേറ്ററാണ്. മാർക്കാണെങ്കിൽ ഒരു മൈറ്റി ലെവലുകാരനും. അവർ തമ്മിലുള്ള ലെവൽ വളരെ വലുതാണ്. എന്നിട്ടും മാർക്കിന് യോങ്ജിയെ ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് ഇടിച്ചു തെറിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമേ അല്ല. അവിടെ ആ ഫൈറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതും സീമാബായി വെല്ലിക്ക് നേരെ കുതിച്ചു കഴിഞ്ഞു. ഷൂമേക്കറെ നേരിട്ടത് യുവാൻഷോയാണ്. ഷൂമേക്കറെ നേരിട്ട യുവാൻഷോ താനൊരു സംഭവമാണെന്ന് ഷൂമേക്കറെ ബോധ്യപ്പെടുത്താൻ അധികം സമയമൊന്നും എടുത്തില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ യുവാൻഷോയുടെ കപ്പാസിറ്റി അവർക്കൊക്കെ വളരെ മുകളിലാണെന്ന് ഷൂമേക്കർക്ക് മനസ്സിലായി. യുവാൻഷോയുടെ അതിശക്തമായ ഒരു പഞ്ച് ഷൂമേക്കറെ ആകാശത്ത് നിന്ന് താഴേക്ക് തെറിപ്പിക്കുക ചെയ്തു. ഇടിയേറ്റ് സീനിയർ ഷൂ താഴെ വീഴുന്ന കാഴ്ച മാർക്ക് ഫില്ലറും കണ്ടു. ദേഷ്യം വന്ന മാർക്ക് ഫില്ലർ ശക്തമായി യോങ്ജി ഒന്ന് പഞ്ച് ചെയ്തിട്ട് യുവാൻഷോയ്ക്ക് നേരെ കുതിച്ചു. യുവാൻഷോ, അങ്ങനെ വിളിച്ചുകൊണ്ട് യുവാൻഷോയ്ക്ക് നേരെ മാർക്ക് പാഞ്ഞു വന്നതും യുവാൻഷോ വളരെ കാഷ്വൽ ആയിട്ട് ഇടത് കൈയെന്ന് വീശിയതും മാർക്കും താഴേക്ക് വീണു. ഇതിനിടയിൽ സീമാബായിയെ എതിരിടുകയായിരുന്ന വെല്ലിയും യുവാൻഷോയുടെ അടിയേറ്റ് താഴെ വീണു. മൂന്നുപേരും താഴെ വീണതും യുവാൻഷോ അവരുടെ തൊട്ടുമുകളിലെത്തിയ യുവാൻഷോയുടെ ചുറ്റും ഓറകളുണ്ട്. ഒന്നിലധികം ഓറ അയാളെ ചുറ്റി നിൽക്കുകയാണ്. ആ ഓറ അതിശക്തമായ ഒരു പ്രഷർ താഴേക്ക് കൊടുക്കുന്നുണ്ട്. ആ പ്രഷറിൽ മാർക്ക് ഫില്ലറും ഷൂമേക്കറും അതുപോലെ വെല്ലി പെട്ടിരിക്കുകയാണ്. മൂവർക്കും എണീക്കാൻ പോലും പറ്റുന്നില്ല. ഫൈറ്റ് തുടങ്ങിയിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ അവർ മൂന്നുപേരും ഏതാണ്ട് കീഴടങ്ങിയതുപോലെയായി. അവരെ മൂന്നുപേരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് യുവാൻഷോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയാതെ പോയതാണ് നിങ്ങളുടെ പരാജയം. യുവാൻഷോ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ മാർക്കും ഷൂമേക്കറും വെല്ലിയും എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവരുടെ മുകളിൽ ശക്തമായ പ്രഷർ അനുഭവപ്പെടുന്നത് ഷൂമേക്കർ വെല്ലിയോട് പറയുകയും ചെയ്തു. നെഞ്ചിൽ ശരിക്കും ഭാരം അനുഭവപ്പെടുകയാണ്. ശക്തമായ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിശക്തമായ പ്രഷർ. ഷൂമേക്കറുടെ വായിലൂടെ രക്തം വരികയും ചെയ്തു. ഈ കാഴ്ചകൾ സീമാബായിയും അതുപോലെ യോങ്ജിയും ഒരു ഭാഗത്തു നിന്ന് കാണുകയാണ്. രണ്ടുപേർക്കും വല്ലാത്തൊരു ആവേശം. അവരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച മൂന്ന് കഥാപാത്രങ്ങളാണ്
അവിടെ ഇതാ അവസാനിക്കാൻ പോകുന്നത്. പക്ഷേ ഹെക്ടർ ടെങ്ങിന്റെ മുഖത്ത് തികച്ചും ഒരു അസ്വസ്ഥതയുണ്ട്. അവൻ അസ്വസ്ഥതയോടെ ആ രംഗത്തിലേക്ക് വീക്ഷിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവന്റെ നിലവറയിൽ നിന്ന് ഒരു ഗുളിക കയ്യിലെടുത്ത് പതുക്കെ അങ്ങ് വിഴുങ്ങി. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെ ഹണ്ടർ ഓർഗനൈസേഷനിലെ ജിൻസൺ മാർക്കിന് നൽകിയ ആ റിവേർഷൻ ഓയിഡ്സിലെ ഗുളികയാണ് മാർക്ക് വിഴുങ്ങിയത്. ആ ഗുളിക മാർക്ക് വിഴുങ്ങിയതും മാർക്കിന്റെ ബോഡി ഒന്ന് ഉണർന്നു എന്ന് പറയാം. മാർക്കിന്റെ ബോഡിക്കകത്തുകൂടി ഈ ടൺ കണക്കിന് എനർജി ഒരേ സമയം പാസ് ചെയ്ത ഒരു പ്രതീതിയാണ് മാർക്കിനുണ്ടായത്. മാർക്കിന്റെ ബോഡി ഒന്ന് വിറച്ചു എന്ന് മാത്രമല്ല, ആ വിറയൽ മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന ശൈലിയിൽ മാർക്കിന് ചുറ്റുമായി അതിശക്തമായ സുവർണ വലയങ്ങൾ രൂപം കൊണ്ടു. മാർക്കിന്റെ തൊട്ടടുത്ത് തറയിൽ വീണ് കിടക്കുന്ന ഷൂമേക്കറും വെല്ലിയും അമ്പരപ്പോടെ മാർക്കിനെ നോക്കുകയാണ്. മാർക്കിനെ തടഞ്ഞു വിതർത്തിരുന്ന ആ പ്രഷറിനേക്ക് മറികടന്നുകൊണ്ട് പെട്ടെന്നാണ് കോസ്മിക് രൂപത്തിലേക്ക് അങ്ങ് വളരുന്നത്. അതിശക്തമായ കോസ്മിക് രൂപത്തിലേക്ക് മാർക്ക് എങ്ങനെ വളരുമ്പോൾ മാർക്കിന്റെ ചുറ്റുമുള്ള ഓറ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. വൻതോതിൽ ഓറ വളരുകയാണ്. മാർക്കിന്റെ ഓറ സാക്ഷാൽ യുവാൻ ഷോയെ അമ്പരപ്പിച്ചു എന്ന് തന്നെ പറയാം. യുവാൻ ഷോ മാർക്കിനും ഷൂമേക്കർക്കും വെല്ലിക്കും പ്രഷർ കൊടുത്തുകൊണ്ട് സൃഷ്ടിച്ച ആ ഓറയെ അതിശക്തമായി ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കിന്റെ ആ ഓറ അങ്ങനെ വളർന്നു വരുമ്പോൾ യുവാൻ ഷോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്താ മാജിക് കാണിക്കാൻ പോവുകയാണോ? അങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ കൈ ഒന്ന് ചുരുട്ടി ഒരൊറ്റ പഞ്ച്. യുവാൻ ഷോയുടെ തൊട്ട് മുന്നിലെത്തിയിരുന്ന മാർക്ക് ഫെല്ലറുടെ ആ പഞ്ച് ചെറിയൊരു കൗതുകത്തോടെയാണ് ആദ്യം യുവാൻ ഷോ കണ്ടത്. പക്ഷെ പെട്ടെന്ന് ആ പഞ്ചിന്റെ ശക്തി അയാൾക്ക് അനുഭവപ്പെട്ടതും അയാളെ പ്രൊട്ടക്ട് ചെയ്യാനൊരു ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം ഏറ്റില്ല. ഇഡിയറ്റ് യുവാൻ ഷോ ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ആ ഡിവൈൻ സിറ്റിക്ക് ചുറ്റുമുള്ള പല സാധനങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് യുവാൻ ഷോ ഒത്തിരി ദൂരേക്ക് തെറിച്ചു വീണതും അവിടെ നിന്ന് ചാടി എണീറ്റതും ഒരേ നിമിഷത്തിലാണ്. യുവാൻ ഷോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ഇപ്പോ ആ ശക്തി സ്വയം അനുഭവപ്പെട്ടതാണ്. അയാളൊരു റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ കൾട്ടിവേറ്ററാണ്. അയാളെ എതിരിട്ട ആളുടെ ശക്തി സ്വാഭാവികമായിട്ടും അയാൾക്ക് മനസ്സിലാവും. അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ റിവേർഷൻ ഓൾഡ് സ്റ്റേജിലേക്ക് കയറിയല്ലേ? അത് കേട്ടതും സീമാബായി യുവാൻ ഷോയോട് പറഞ്ഞു, ഇവർ ലോഡ്, അവനൊരു പില്ല് കഴിച്ചതാണ്. റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ പില്ല് അവൻ കഴിച്ചിരിക്കുന്നത്. അത് കേട്ടതും യുവാൻ ഷോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു പില്ല് കഴിച്ച് നീ ശക്തി നേടിയെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം. എനിക്ക് പറ്റിയ ഒരു എതിരാളി ഇല്ലല്ലോ എന്ന് കരുതി വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ യുവാൻ ഷോ അയാളുടെ കൈയൊന്ന് അനക്കിയതും അനവധി രശ്മികൾ അയാളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ രശ്മികൾ അയാൾക്ക് ചുറ്റുമായി ഒന്ന് ചലിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് ഓറകളുടെ ഒരു സംയോജനമാണ്. അയാൾക്ക് ചുറ്റും അനവധി ഓറകൾ വന്നതും ഒരുപാട് ഓറകൾ കൂട്ടിക്കലർന്ന ഒരു വല്ലാത്ത രംഗത്തിലേക്ക് യുവാൻ ഷോ മാറുകയാണ്. അതിന്റെ ഒത്തുനടുക്ക് യുവാൻ ഷോ ഉണ്ട്. അനവധി വൃത്തങ്ങൾ, ആ വൃത്തങ്ങൾ ഓരോന്നും ശക്തമായ പ്രകാശം പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട്. പല നിറത്തിലുള്ള പ്രകാശങ്ങളുടെ നടുക്കായി യുവാൻ ഷോ അങ്ങ് നിൽക്കുമ്പോൾ അയാളൊരു അമാനുഷികനാണെന്ന് വിളിച്ചു പറയുന്നതിൽ ഒരു തെറ്റുമില്ല. യുവാൻ ഷോ കൈ ഒന്ന് വിടർത്തിയതും അയാളുടെ കയ്യിൽ ഒരു താമര പോലുള്ള ഒരു സംഭവം വന്നുപെട്ടു. അയാൾ ആ താമര ഒന്ന് മുന്നിലേക്ക് ഇട്ടതും അയാളുടെ എൻറ്റിയർ ഓറയും ആ താമരയിലേക്ക് പതുക്കെ ഓടി എത്തുന്ന കാഴ്ചയാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കിയുള്ളവർ കാണുന്നത്. ആ താമരയിലേക്ക് ആ ഓറകളെല്ലാം കൂടെ ചേർന്നതും ആ താമര ഒരു മഴവിൽ താമരയായി മാറി. ആ മഴവിൽ താമര പെട്ടെന്ന് അതിവേഗതയിൽ അങ്ങ് വലുതായി. ശരിക്കും ഒരു കൂറ്റൻ മഴവിൽ താമര ഇപ്പോ മാർക്കിനും ആ യുവാൻ ഷോയ്ക്കും ഇടയിലുണ്ട്. ആ മഴവിൽ താമര മാർക്കിന് നേരെ മുഖം തിരിച്ചതും അതിനകത്തുനിന്ന് 100,000 മഴവില്ലുകൾ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു തുടങ്ങി. ശരിക്കും പവർഫുള്ളായ മഴവില്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറി പോലെ ആ താമരയ്ക്ക് മാറുകയാണ്. ആ താമരയ്ക്ക് ആവശ്യമായ ഊർജം യുവാൻ ഷോയുടെ ചുറ്റുമുള്ള ആ ഓറകളിൽ നിന്ന് ലഭിക്കുന്നത്. ആ ഓറകളിലേക്ക് ആവശ്യമായ ഊർജം യുവാൻ ഷാ അയാളുടെ ബോഡിയിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് എനർജി എന്നൊക്കെ പറയില്ലേ, അതേ ശൈലിയിൽ യുവാൻ ഷോയിൽ നിന്ന് ഓറയിലേക്കും ഓറയിൽ നിന്ന് താമരയിലേക്കും താമരയിൽ നിന്ന് ആയിരക്കണക്കിന് മഴവില്ലുകളായി മാർക്കിന് നേരെയും പാഞ്ഞു വരുമ്പോൾ മാർക്ക് അവന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് ആ ഇരുമ്പ് വടി കയ്യിലെടുത്തു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ മഴവില്ലുകൾ നോക്കിക്കൊണ്ട് മാർക്ക് ഫെല്ലർ ഒരൊറ്റ വീശ്. ശരിക്കും മാർക്കിന്റെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് ആ വീശ് പ്രകാരം ഒരു ആർക്ക് തന്നെ സൃഷ്ടിക്കപ്പെട്ടു. തിരിച്ചും മറിച്ചും
മാർക്ക് അതിശക്തമായി വീശിയതും ശക്തമായ ഒരു ആർക്ക് അവിടെ രൂപം കൊള്ളുകയാണ്. ആ ആർക്ക് അടുത്ത നിമിഷത്തിൽ അതിശക്തമായ ഒരു പ്രകാശമായി മാറി. ആ പ്രകാശത്തിലേക്കാണ് ആ മഴവില്ലുകൾ വന്നിടിച്ചത്. ആ മഴവില്ലുകൾ മാർക്കിന്റെ ആ ആർക്കിനകത്ത് വന്നിടിച്ചതും അവ ചിതറിയതും ഒരേ നിമിഷത്തിലാണ്. മാർക്ക് ഫെല്ലർ അടുത്ത നിമിഷത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. കുതിക്കുമ്പോൾ മാർക്ക് ഇടത്തോട്ടും വലത്തോട്ടും ആ അയൺ വടി ഉപയോഗിച്ച് കറക്കുന്നുണ്ട്. തൽഫലമായി മാർക്കിന്റെ മുന്നിൽ ആർക്ക് അങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും മാർക്ക് ഒരു ആർക്ക് സൃഷ്ടിച്ചുകൊണ്ട് അതിവേഗം യുവാൻഷയ്ക്ക് നേരെ പാഞ്ഞടുക്കുകയാണ്. യുവാൻഷയുടെ ആ താമരയിൽ നിന്ന് വരുന്ന ആ മഴവില്ലുകളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് താമരയ്ക്കടുത്തേക്ക് ലൈറ്റനിങ് വേഗതയിൽ പാഞ്ഞെത്തിയ മാർക്ക് ഫെല്ലറുടെ ശക്തമായ അടിയിൽ ആ താമര ആ നിമിഷം തകർന്നു തരിപ്പണമായി, ശരിക്കും ചിതറുകയായിരുന്നു. ആ താമര ചിതറിയതും അതുണ്ടാക്കിയ ഷോക്കിൽ യുവാൻഷ ഒത്തിരി പുറകോട്ട് തെറിച്ചു. യുവാൻഷോ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. അയാൾക്കറിയാം അയാൾ സൃഷ്ടിച്ച ആ താമരയുടെ പവർ എന്താണെന്ന്. അമ്പരപ്പിക്കുന്ന ഒരു ശക്തിയാണ് മാർക്ക് ഫെല്ലർ അവിടെ പുറത്തെടുത്തിരിക്കുന്നത്. പുറകോട്ട് ഓടി മാറിയ യുവാൻഷോയ്ക്ക് സമയം കൊടുക്കുന്നത് അബദ്ധമാകുമെന്ന് അറിയാവുന്ന മാർക്ക് ഫെല്ലർ ലൈൻ വേർഡ് ഫോർമുലയിൽ അടുത്ത നിമിഷത്തിൽ യുവാൻഷോയുടെ തൊട്ടുമില്ലെത്തി. യുവാൻഷോയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ഇരുമ്പ് വടി കൊണ്ട് ഒരു അച്ചിയാടി. കുട്ടിയും കോലും കളിക്കുമ്പോൾ കുട്ടിയിൽ കോലുകൊണ്ട് ആഞ്ഞടിക്കുന്ന പോലെ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് പന്തിൽ ആഞ്ഞടിക്കുന്ന പോലെ മാർക്ക് ഫെല്ലർ ആ അയൺ ദണ്ട് കൊണ്ട് യുവാൻഷയെ ആഞ്ഞടിച്ചതും ആ അടി അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഏറ്റുവാങ്ങിയ യുവാൻഷോ ഒത്തിരി പുറകോട്ട് തെറിച്ചു. അയാളുടെ ബോഡി ഉരുക്ക് ബോഡിയാണ്. അയാളൊരു റിവേർഷൻ ഓൾ സ്റ്റേജിലെ കൾട്ടിവേറ്ററാണ്. ആ അടി താങ്ങാനുള്ള കരുത്തൊക്കെ അയാളുടെ ബോഡിക്കുണ്ട്. പക്ഷെ എന്നിട്ടും അതിന്റെ പവറിൽ അയാൾ ദൂരേക്ക് തെറിച്ചു. ഇപ്പോൾ യുവാൻഷോ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. അയാൾക്ക് അപകടം മണക്കുകയാണ്. പെട്ടെന്നാണ് സീമാബായി യുവാൻഷയുടെ അടുത്തെത്തിയത്. ഇവളോട് ഞാൻ പറഞ്ഞില്ലേ അവൻ റിവേർഷൻ ഓൾ സ്റ്റേജിലെ പിൽസ കഴിച്ചിരിക്കുന്നത്, നമുക്ക് ഒന്ന് മാറി ചിന്തിക്കണം. ഏയ് സീമ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവളോട് അവന്റെ ശക്തി കഴിയുന്നവരെ അവനുമായി ഏറ്റുമുട്ടാതിരിക്കുന്നതല്ലേ നല്ലത്. സീമാബായിയുടെ ആ ചോദ്യം ശരിക്കും യുവാൻഷോയ്ക്ക് മനസ്സിലായെന്ന് അയാളുടെ മുഖത്ത് വിരിഞ്ഞ ആ പുഞ്ചിരി വിളിച്ചു പറയുകയാണ്. യുവാൻഷോ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നിന്റെ ഈ പില്ലിന്റെ പവർ എത്ര നേരം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അത് കേട്ടതും മാർക്ക് യുവാൻഷോട് പറഞ്ഞു, ഏയ് യുവാൻഷോ, നീ എന്താ എന്നെ ഭയപ്പെട്ട് ഒളിച്ചോടാൻ പോവുകയാണോ? ഭീരു, ഇതാണോടോ നോർത്തേൺ ലാൻഡിലെ ഒരു ലീഡറുടെ കരുത്തെന്ന് പറയുന്നത്? ഈ ഭീരുവിനെയാണോ നോർത്തേൺ ലാൻഡുകാർ ഇത്രനാൾ ആരാധിച്ചത്? ഭീരു, വിഡി. അങ്ങനെ മാർക്ക് തുരുതുരാ പറഞ്ഞതും യുവാൻഷോ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഈ അഹങ്കാരത്തിന് ഇനി അധികം ആയുസ്സൊന്നുമില്ല. അങ്ങനെ യുവാൻഷോ പറയുമ്പോൾ ഈ കാഴ്ചയൊക്കെ കാണുന്ന ഹെക്ടർ ടെങ്ങിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മാർക്ക് ഫെല്ലർ ആ ഗുളിക കഴിച്ച് കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്ത ആ നിമിഷത്തിലെ ഹെക്ടറുടെ മുഖത്ത് ആ പുഞ്ചിരി ഉണ്ടായതാണ്. ഹെക്ടർക്ക് ആ നിമിഷത്തിൽ ആ കാര്യം ഉറപ്പായി. മാർക്ക് ഇന്ന് പരാജയപ്പെടില്ല. മാർക്കിന്റെ ആ ബോഡി ഒരാൾക്കും വിട്ടുകൊടുക്കാൻ ഹെക്ടർ തയ്യാറല്ല എന്നതാണ് സത്യം. ഹെക്ടർക്ക് പരാജയപ്പെടുത്തേണ്ട വ്യക്തിയാണ് മാർക്ക് ഫെല്ലർ. ആ മാർക്കിനെ മറ്റാരെങ്കിലും പരാജയപ്പെടുത്തുന്നതും കൊല്ലുന്നതും അംഗീകരിക്കാനോ സമ്മതിച്ചു കൊടുക്കാനോ അനുവദിച്ചു കൊടുക്കാനോ ഹെക്ടർ ടെങ്ങിന് പറ്റില്ല. ഹെക്ടർ മാർക്കിനെ കൗതുകത്തോടെ നോക്കുമ്പോൾ അയാളെ കൂടി വലിച്ചെടുത്തുകൊണ്ട് സീമാബായിയും കൂട്ടരും അവിടുന്ന് അങ്ങ് മറിയുകയും ചെയ്തു. യുവാൻഷോയും സീമാബായിയും യോങ്ജിയും അതുപോലെ ഹെക്ടർ ടെങ്ങും നിമിഷ നേരം കൊണ്ടാണ് അവിടെ നിന്ന് മറഞ്ഞത്. നോർത്തേൺ ലാൻഡിലേക്ക് അവർ അവരുടെ ഓൺ ഗേറ്റ് വഴി രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായതും മാർക്ക് ഫെല്ലർ താഴെ ഷൂമേക്കറുടെയും വെൻലിയുടെയും അടുത്തെത്തി. ഈ സമയത്ത് വെൻലിയും ഷൂമേക്കറും ശരിക്കും അമ്പരപ്പോടെ മാർക്കിനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക്, എന്താ സംഭവിച്ചത്? മാസ്റ്റർ, എൻ്റെ കയ്യിൽ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലെ ഹണ്ടർ ഓർഗനൈസേഷൻ നൽകിയ ഒരു ഗുളിക ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിച്ചത്. അതാണ് എനിക്ക് ശക്തി നൽകിയത്. അങ്ങനെ പറഞ്ഞ മാർക്ക് അവരോട് പറഞ്ഞു, മാസ്റ്റർ, നമ്മൾ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് അകത്ത് കയറാം. അടുത്ത നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മാസ്റ്റർ വെൻലിയും ഷൂമേക്കറും കൊണ്ട് ആ കോമ്പൗണ്ടിനകത്തേക്ക് കടന്നു. കോമ്പൗണ്ടിനകത്തേക്ക് കടന്ന ആ നിമിഷത്തിൽ തന്നെ മാർക്ക് മാസ്റ്റർ വെൻലിയോട് പറഞ്ഞു, മാസ്റ്റർ, ഏതാനും സെക്കൻഡുകൾ കൂടി എനിക്കിത് പിടിച്ചേക്കാൻ പറ്റൂ. ഈ ഗുളികയ്ക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ബോധം കെട്ട് ഉറങ്ങും. ഞാൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്കും ശ്രീറാമിനും കാവലായി ഇവിടെ ഉണ്ടാകണം. അങ്ങനെ പറയുന്നതിനിടയിൽ തന്നെ മാർക്കിന്റെ കണ്ണുകളങ്ങ് അടഞ്ഞു. ശരിക്കും ഗുരുതരമായ സൈഡ് എഫക്റ്റ് ഉള്ളതാണ് ആ പില്ലെന്ന് പറയുന്നത്. മാർക്ക് അവിടെ ബോധം കെട്ട് വിടാറായ ആ നിമിഷത്തിൽ അവിടേക്ക് പെങ്ലു ഓടി വന്നിരുന്നു. പെങ്ലു
ഷൂമേക്കറുടെയും വെല്ലിയുടെ സഹായത്താൽ മാർക്കിനെ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാർക്കിനെ അവിടെ കിടക്കയിൽ കിടത്തിയിട്ട് പെങ്ലു അയാളുടെ ജോലിയുമായി അകത്തേക്ക് നീങ്ങിയതും ഷൂമേക്കറും വെല്ലിയും മാർക്കിന്റെ അടുത്ത് ഇരിപ്പുറപ്പിച്ചു. ഷൂമേക്കർ വല്ലാതെ അതിശയത്തോടെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ വെല്ലി, ശരിക്കും ഇവൻ നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ വെല്ലി ഷൂമേക്കറോട് പറഞ്ഞു, ഹേയ് ഷൂ, ഞാൻ അനവധി ആളുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും എൻ്റെ മനസ്സിനിണങ്ങിയ ശിഷ്യൻ ഈ മാർക്കാണ്. ഇവനെ എൻ്റെ ശിഷ്യനായി കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉറങ്ങുന്ന മാർക്ക് ഫെല്ലറെ ഒന്ന് നോക്കിയിട്ട് വെല്ലിയും ഷൂമേക്കറും ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവർ രണ്ടുപേരും ആ ഡിവൈൻ സിറ്റി ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അവർ രണ്ടുപേരും കൂടി പതുക്കെ ഡിവൈൻ സിറ്റിക്ക് അകത്തേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് അവര് മലകൾക്കിടയിൽ തപസ്സനുഷ്ഠിക്കുന്ന സാക്ഷാൽ ഹാൻസ് മില്ലറെ കാണുന്നത്. ഹാൻസിനെ കണ്ട വെല്ലി കൗതുകത്തോടെ ഹാൻസിന്റെ മുന്നിലിരിക്കുന്ന ആ ജാറിലേക്ക് നോക്കി. ഷൂ, മാർക്ക് നമുക്ക് നൽകിയതുപോലെ ഒരു ജാറ് ആ ഹാൻസിനെ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടതും ഷൂമേക്കർ വെല്ലിയോട് പറഞ്ഞു, ഈ ഹാൻസിന്റെ പിതാവ് ഒരു കാലഘട്ടത്തിൽ റിവേഷൻ ഓഴ്സേജിലേക്ക് കടന്ന വ്യക്തിയാണ്. ശരിക്കും അയാളൊരു ലെജൻഡായിരുന്നു. വെല്ലിക്കും അത് അറിയാം. അവർ രണ്ടുപേരും ഹാൻസിനെ ഒന്ന് നോക്കിയിട്ട് തിരിച്ച് ശ്രീറാം ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. ശ്രീറാം പൂർണ്ണ നിശബ്ദതയിൽ ധ്യാനത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ആ എൻറ്റയർ സിറ്റിയും നടന്നു കണ്ട് അവര് പെങ്ലുവിന്റെ അടുത്ത് മടങ്ങിയെത്തിയപ്പോൾ പെങ്ലു അവർക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ച വെല്ലി ഷൂമേക്കറോട് പറഞ്ഞു, ഷൂ, എനിക്കിവിടെ അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ വെല്ലി? ഞാൻ ശരിക്കും ഉല്ലസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. വെല്ലിയും വെല്ലിയുടെ ആ രണ്ട് ചെറുമക്കളും വെണ്ടായും വെന്നെറിക്കും അടിച്ചുപൊളിയുടെ ആളുകളാണ്. മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. ഇവിടെ ഈ ഡിവൈൻ സിറ്റിക്കകത്ത് മദ്യം അശേഷം കിട്ടത്തില്ല. ഷൂമേക്കർക്ക് വെല്ലി പറയുന്ന കാര്യം മനസ്സിലായി. വെല്ലി, അപ്പൊ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഷൂ, എന്തായാലും അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആ യുവാൻ ഷോ ഇങ്ങോട്ട് വരത്തില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇരുന്നാൽ കൾട്ടിവേറ്റ് ചെയ്യാനും പറ്റില്ല. കൾട്ടിവേഷന് പറ്റിയ സ്പിരിച്വൽ എനർജി അവിടെ ഇല്ല എന്നതാണ് സത്യം. സ്പിരിച്വൽ എനർജി ആവശ്യത്തിന് ശരീരത്തിലുള്ള ആളുകൾക്ക് ബ്രേക്ക് ചെയ്യാൻ ആ സംരക്ഷണ സ്ഥലം ഉപയോഗപ്പെടുമെങ്കിലും അവിടെ ഇരുന്ന് സ്പിരിച്വൽ എനർജി വലിച്ചെടുത്ത് ശക്തി വർദ്ധിപ്പിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നതാണ് സത്യം. വെല്ലി പറഞ്ഞതും ഷൂമേക്കറും വെല്ലിയോട് പറഞ്ഞു, അതെ അതെ, അത് ശരിയാണ് ഷൂമേക്കർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്. വെല്ലി, നീ ഇറങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങാം. നമുക്ക് എന്തായാലും ഈ ഭാഗം നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പെങ്ങിലൂടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പെങ്ങിലു മാത്രമാണ് ഇപ്പോൾ ആ കോമ്പൗണ്ടിനകത്തുള്ള ഏക വ്യക്തി എന്ന് പറയാം. ബാക്കി 3 ആളുകളിൽ 2 പേർ ധ്യാനത്തിലും ഒരാൾ സുഖ നിദ്രയിലുമാണ്. എന്നാൽ ഇതേ സമയത്ത് നോർത്തേൺ ലാൻഡിൽ യുവാൻ ഷോ ശരിക്കും ദേഷ്യത്തിലാണ്. അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മാർക്ക് ഫെല്ലറോട് അയാൾ പരാജയപ്പെടുമെന്ന്. ഇത് 2ാമത്തെ തവണയാണ് മാർക്കിനോട് അയാൾ പരാജയപ്പെടുന്നത്. അതിൻ്റെതായ ദേഷ്യം യുവാൻ ഷോയ്ക്കുണ്ട്. യുവാൻ ഷോയും സിമബയും യോങ്ജിയും ഹെക്ടർ ടെങ്ങും അടുത്ത നടപടികളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോ സിമബായി പറഞ്ഞു, യുവർ ലോർഡ്, നമുക്ക് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവിടേക്ക് പോകണം. ആ ശ്രീറാം ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അയാൾ ബ്രേക്ക് ത്രൂ നടത്തുന്നതിന് മുന്നേ നമുക്ക് അയാളെ അവസാനിപ്പിക്കണം. സീമബായി പറയുന്നതിൽ വാസ്തവമുണ്ടെന്നുള്ള കാര്യം യുവാൻ ഷോയ്ക്ക് അറിയാം. ഈ സദേൺ മേഖലയിലെ ഒരാളെയും അയാൾക്ക് ശ്രീറാമിനെ പോലെ ഭയമില്ല. ശ്രീറാം റിവേഷൻ ഓഴ്സേജിലേക്ക് കടന്നാൽ അത് ശരിക്കും പ്രശ്നമുണ്ടാക്കും. യുവാൻ ഷോയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കൊന്ന് ഭേദമായാൽ ആ നിമിഷം ആ ഡിവൈൻ സിറ്റിയിലേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയിൽ അവരവസാനം എത്തിച്ചേരുകയാണ്. ഈ കഥ സ്വാഭാവികമായിട്ടും സദേൺ മേഖലയിൽ എല്ലാവരും അറിഞ്ഞു. സാക്ഷാൽ യുവാൻ ഷോയെ മാർക്ക് ഫെല്ലർ പരാജയപ്പെടുത്തിയ കഥ വല്ലത്ര ആവേശമാണ് ആളുകൾക്ക് ഉണ്ടാക്കിയത്. ആർക്കും കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഫെല്ലർ ഒരു മൈറ്റി ലെവലുകാരനും യുവാൻ ഷോ റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ അതിശക്തനുമാണ്. ആ റിവേർഷൻ ഔട്ട് സ്റ്റേജുകാരനെ മാർക്ക് പരാജയപ്പെടുത്തി എന്നുള്ളത് എങ്ങനെയാ വിശ്വസിക്കുക? ആളുകൾ പല ശൈലിയിലും കമന്റുകൾ പറയുമ്പോൾ വെല്ലി നേരെ എത്തിയത് ആ ഗ്രീൻ ബ്രോക്ക് ഫോറസ്റ്റിലാണ്.
ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന് സമീപത്തുള്ള ഹണ്ടിങ് ഓർഗനൈസേഷനിലെ റിസപ്ഷനിലെത്തിയ വെല്ലി ജിൻസനെ തന്നെ നേരിട്ട് കണ്ടു. ജിൻസനോട് അയാൾ മാർക്കിന്റെ ഗുരുവാണെന്നും അയാൾക്ക് വീണ്ടും ആ റിവേഴ്ഷൻ ഓയിൽ പില്ല് വേണമെന്ന് പറഞ്ഞപ്പോൾ ജിൻസൺ ഉള്ള കാര്യം പറഞ്ഞു. അയാളുടെ കൈവശം ആകെ ആ ഒരു ഗുളികയെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗുളിക അയാൾ മാർക്കിന് കൊടുത്തതാണ്. അതിന് കാരണവും അയാൾ പറഞ്ഞു. സതേൺ മേഖല പൂർണ്ണമായും നോർത്തിന്റെ പിടിയിലാകുന്ന ആ സമയത്ത് ഹണ്ടിങ് ഓർഗനൈസേഷൻ മാത്രമായി മാറി നിന്നുകൊണ്ട് കാര്യമില്ല. നശിക്കുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച് നശിക്കും. മാർക്കിന് ആ ഗുളിക കൊടുത്താൽ മാർക്കിന് ചിലപ്പോൾ നോർത്തിന്റെ ആക്രമണത്തിൽ നിന്ന് സൗത്തിനെ രക്ഷിക്കാൻ പറ്റിയേക്കും. അതുകൊണ്ടാണ് അയാൾ അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ ആ പിൽ മാർക്കിനെ ഏൽപ്പിച്ചത്. ആ പിൽ അവരുടെ മുൻ ലീഡർ എങ്ങനെയോ സംഘടിപ്പിച്ചതാണ്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും വെല്ലി അവനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വെല്ലിയുടെ വസതിയിലേക്ക് തിരിച്ചു. വെല്ലിയുടെ വീട്ടിൽ ജൂവും വെൻഡായും വെനെറിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെല്ലി മടങ്ങിയെത്തിയത്. വെല്ലി ജൂവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ജൂ വെല്ലിയോട് പറഞ്ഞു, ഷേ അത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. മാർക്ക് ആ യുവാൻ ഷോക്കിട്ട് ഇടി കൊടുക്കുന്നത് കാണണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു. ജൂ അത് പറഞ്ഞതും വെല്ലി ജൂവിനോട് പറഞ്ഞു, ജൂ, വിഷയം അതൊന്നുമല്ല. മാർക്കിന്റെ ഇടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യുവാൻ ഷോ ഓടിപ്പോയതാണെങ്കിലും എനിക്ക് ഉറപ്പായിട്ടും പ്രവചിക്കാൻ പറ്റും, അവൻ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും മടങ്ങിയെത്തും. ശ്രീറാമിന്റെ ബ്രേക്ക് ത്രൂവിന് മുന്നേ ശ്രീറാമിനെ അവസാനിപ്പിക്കാൻ അവര് അവസാന ശ്രമവും നടത്തും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് കേട്ടതും ജൂ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞാനുണ്ടല്ലോ. ജൂ തമാശ പറയാതെ. ജൂ ഒരു ഹാഫ് സ്റ്റെപ്പ് റിവേർഷൻ ഓയിൽ സ്റ്റേജുകാരിയാണ്. ഇവിടെ അവർ ആക്രമിക്കാൻ വരുന്ന ആള് യോങ്ജിയും റിവേർഷൻ ഓയിൽ സ്റ്റേജ് ആണ്, സീമബായും റിവേർഷൻ ഓയിൽ സ്റ്റേജ് ആണ്, അതുപോലെ യുവാൻ ഷോയും റിവേർഷൻ ഓയിൽ സ്റ്റേജ് ആണ്. അവരുടെ താഴെ നിൽക്കുന്ന ഹെക്ടർ ടെങ്ങിന്റെ കയ്യിലാണെങ്കിൽ ശക്തമായ ആയുധവുമുണ്ട്. അതാണ് അവസ്ഥ. അപ്പോ അതിശക്തരായ ആളുകൾ ഉണ്ടെങ്കിലേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വെല്ലി അയാളുടെ കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അതിന് ഫലമുണ്ടായി. 2 ദിവസം കഴിഞ്ഞതും അയാളുടെ ആ വീട്ടിൽ കുറെ ഏറെ ആളുകൾ എത്തി. എല്ലാവരും റിവേർഷൻ ഓയിൽ സ്റ്റേജിലെ ആളുകളാണ്. ആ കൂട്ടത്തിൽ സാക്ഷാൽ ഷൂമേക്കറും ഉണ്ട്, അതുപോലെ ജൂവും ഉണ്ട്. അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ജൂ മാത്രമാണ് റിവേർഷൻ ഓയിൽ സ്റ്റേജിൽ എത്താത്ത ആള്. എന്നാൽ ജൂ ഹാഫ് സ്റ്റെപ്പും ആണ്. ജൂവിനെ കണ്ടതും ബാക്കിയുള്ള റിവേർഷൻ ഓയിൽ സ്റ്റേജുകാരൊക്കെ ജൂവിനെ വണങ്ങുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം ജൂ ഇപ്പോഴും ഒരു ടെററാണ്. വെല്ലി അവരോട് സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഈ പ്രസംഗിച്ച് പരിചയമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. ഒരു ത്രെട്ട് ഉടനെ വരുന്നുണ്ട്. നമ്മുടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ സെക്ഷൻ മാസ്റ്റർ ശ്രീറാം ഇപ്പോ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ഡിവൈൻ സിറ്റിയിൽ ധ്യാനത്തിലാണ്. ശ്രീറാമിനെ അപകടപ്പെടുത്താൻ നോർത്ത് ലൻഡിന്റെ യുവാൻ ഷോ വരികയാണ്. ആ യുവാൻ ഷോയെ നേരിടാൻ എനിക്കും ഷൂമേക്കർക്കും നിങ്ങളുടെ സഹായം വേണം. അതിനാ നിങ്ങളെ വിളിപ്പിച്ചത്. സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും വെല്ലി വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. യുവാൻ ഷോയെ നേരിടാനാണ് അവരെ വിളിച്ചു വരുത്തുന്നത് കേട്ടതും ആ റിവേർഷൻ ഓൾ സ്റ്റേജുകാർ എല്ലാവരും ശരിക്കും ഭയന്നു. ആ ഭയം അവരുടെ മുഖത്ത് നോക്കുന്ന ആർക്കും മനസ്സിലാവും. ഒരാൾ വെല്ലിയോട് പറഞ്ഞു, വെല്ലി, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. യുവാൻ ഷോ റിവേർഷൻ ഓൾ സ്റ്റേജിലാണെങ്കിലും അയാൾ അതിശക്തനാണ്. അയാൾക്ക് മുന്നിൽ ഞങ്ങൾ ആരും ഒന്നുമല്ല. ആ കൂട്ടത്തിലുള്ള ആളുകൾ ഒന്നൊന്നായി ആ അഭിപ്രായം പറഞ്ഞതും ജൂ അവരോട് പറഞ്ഞു, ഓക്കെ, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സാരമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. തികച്ചും അപ്രതീക്ഷിതമായി ജൂ അതിൽ ഇടപെടുകയും ആ മീറ്റിംഗ് പിരിച്ചുവിടുകയും ചെയ്തു. അവരെല്ലാവരും പോയി കഴിഞ്ഞതും വെല്ലി ജൂവിനോട് ചോദിച്ചു, ജൂ, നീ എന്തായി കാണിച്ചത്? അവര് എല്ലാവരും പോയില്ലേ? വെല്ലി, അവരാരും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളെ കൂടെ നിൽക്കില്ല. വെറുതെ സമയം കളയാമെന്നേ ഉള്ളൂ. അത് ശരിയാണെന്ന് ഷൂമേക്കർക്ക് തോന്നി. ഷൂമേക്കർ വെല്ലിയോട് പറഞ്ഞു, ജൂ പറയുന്നത് ശരിയാണ്. അവരെ നിർബന്ധിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല. പക്ഷേ ജൂ, അപ്പോഴും പ്രശ്നം ബാലൻസ് ആണല്ലോ. എങ്ങനെ ആ യുവാൻ ഷോയെ നമ്മൾ തടുക്കും? നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ. ഷൂമേക്കർ അത് പറഞ്ഞതും വെല്ലി അയാളുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് മാർക്കിന്റെ ഇരുമ്പ് വടിയെടുത്ത് ആ മേശപ്പുറത്തേക്ക് വെച്ചു. അതിനുശേഷം അയാൾ ജൂവിനോട് പറഞ്ഞു, ജൂ, മാർക്ക് അബോധാവസ്ഥയിലേക്ക് പോകുന്നതിന് മുന്നേ
ഞങ്ങൾക്ക് മാർക്കിന്റെ കൈവശമുള്ള 2 സാധനങ്ങൾ മാർക്ക് നൽകിയിരുന്നു. ഈ വടിയും പിന്നൊരു ബ്രേസ്ലെറ്റും. ഇത് മാത്രമാണ് മാർക്കിന്റെ കയ്യിലുള്ളത്. ഇതുപയോഗിച്ച് എങ്ങനെയും പിടിച്ചു നിൽക്കണമെന്നാണ് മാർക്ക് ഞങ്ങളോട് പറഞ്ഞത്. എനിക്കറിയില്ല ഈ ഇരുമ്പ് വടി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റൂലെന്ന്. പക്ഷെ മാർക്ക് ഈ ഇരുമ്പ് വടി നന്നായി ഉപയോഗിക്കുന്ന ആളാണെന്ന് ആ ഇവാൻഷോയെ തല്ലി ഓടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇനി ഈ ഇരുമ്പ് വടിയിലാണ്. അങ്ങനെ പറയുമ്പോൾ ഷൂ മേക്കർ ആ ബ്രേസ്ലെറ്റ് നോക്കുകയാണ്. മാർക്ക് ആ ബ്രേസ്ലെറ്റ് ഷൂ മേക്കർക്കാണ് കൊടുത്തത്. ആക്ച്വലി ഷിയാവു നൽകിയ ആ ബ്രേസ്ലെറ്റിന് അൺബിലീവബിൾ ആയിട്ടുള്ള പവറുണ്ട്. ആ പവർ എന്താണെന്നോ ആ പവർ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്നോ ഷൂ മേക്കർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഷൂ മേക്കർ കൗതുകത്തോടെ ആ ബ്രേസ്ലെറ്റിൽ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദിവസം അതിവേഗം കടന്നു പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞതും സീമാബായിയും യുവാൻഷോയും യോങ്ജിയും ഹെക്ടറ്റെങ്ങും ആ ഡിവൈൻ സിറ്റിയിൽ മടങ്ങിയെത്തി. ഇപ്പോ യുവാൻഷോ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞു. അയാളൊരു റിവേർഷൻ ഓൾസേജുകാരനാണ്. അയാളുടെ ഈ ബോഡി ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലുമാണ്. ആ ഡിവൈൻ സിറ്റിക്ക് മുകളിലെത്തിയ യുവാൻഷോ കൂടുതൽ സംഭാഷണത്തിൽ നിന്ന് മുതിരാതെ കൈ ഒന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിൽ ആ ഗോൾഡൻ നിറത്തിലുള്ള ആ ആക്സ് പ്രത്യക്ഷപ്പെട്ടു. ആ മഴു കയ്യിലെടുത്ത യുവാൻഷോയുടെ ഇന്ത്യൻ എനർജി ആ മഴുവിലേക്ക് അങ്ങനെ ജ്വലിച്ച് കയറുമ്പോൾ അതിശക്തമായ ഒരു പ്രകാശം ആ മഴുവിൽ നിന്നുണ്ടാവുകയാണ്. ആ പ്രകാശത്തോടെ യുവാൻഷോ ആ മഴു കൊണ്ട് താഴേക്ക് ആഞ്ഞു വെട്ടിയതും ആ ഡിവൈൻ സിറ്റിയുടെ മുകളിലുള്ള ആ കവറ് ഒന്നുകൂടി ഒന്ന് വിറച്ചു. ശരിക്കും സുവർണ്ണ നൂലുകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഡിവൈൻ സിറ്റിയുടെ മുകൾ ഭാഗം വിറയ്ക്കുന്നത് സീമയ്ക്കും കൂടുതലുള്ളവർക്കും കാണാം. അവര് യുവാൻഷോയോട് പറഞ്ഞു, ഇവർലോഷ് അത് ഇപ്പൊ പൊട്ടും. യുവാൻഷോയും അത് കണ്ടിരുന്നു. യുവാൻഷോ 2ാമതും ആഞ്ഞൊരൊറ്റ വെട്ട്. ഇപ്പൊ കുറെ കൂടി വിള്ളലുകൾ വീണിട്ടുണ്ട്. 3ാമത്തെ വെട്ട് ആ പ്രതലത്തിൽ പതിച്ചതും ഗ്ലാസ് പൊടിഞ്ഞു വീഴും പോലെ ആ പ്രതലം പൂർണ്ണമായും അങ്ങ് പൊടിഞ്ഞു. ഇതാന്ന് പറയുന്ന വേഗതയിൽ ആ എൻറ്റയർ ഡിവൈൻ സിറ്റിയെ കവർ ചെയ്തിരുന്ന ആ ഡിവൈൻ മതില്, ആ ബാരിയർ, ആ കവറിങ് പൂർണ്ണമായും അപ്രത്യക്ഷമായി. സീമാബായിയും യോങ്ജിയും ഹെക്ടറ്റെങ്ങും യുവാൻഷോയ്ക്കൊപ്പം അതിനകത്ത് ലാൻഡ് ചെയ്തു. ശരിക്കും ഒരു വിജയിയുടെ എല്ലാ മുഖഭാവവും അവരിൽ 4 പേരിലും ദൃശ്യമാണ്. ഒറ്റ നോട്ട് തന്നെ അങ്ങ് ദൂരെയായി ശ്രീറാം ഇരിക്കുന്നത് കൃത്യമായിട്ടും യുവാൻഷോ കണ്ടു. യുവാൻഷോയും സീമാബായിയും ശ്രീറാം ഇരിക്കുന്ന ഭാഗത്തേക്ക് അതിവേഗം നടക്കുമ്പോൾ യോങ്ജി ആ ഡിവൈൻ സിറ്റിക്കുള്ളിലേക്ക് നടന്നു. അയാളുടെ ടാർഗറ്റ് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് അതിനകത്തുണ്ടെന്ന് അയാൾക്ക് 100% ഉറപ്പാണ്. അയാൾക്ക് അധികം അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഒരു ബിൽഡിങ്ങിലെ വിശാലമായ ഒരു മുറിയിൽ മാർക്ക് ഫെല്ലർ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്നത് അവിടെ എത്തിയ യോങ്ജി കണ്ടു. യോങ്ജി മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ തോൽപ്പിച്ച് നിന്നെ വധിക്കണമെന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഈ അവസ്ഥയിൽ കിടക്കുന്ന നിന്നെ ഞാൻ പരാജയപ്പെടുത്തിയെന്ന് എങ്ങനെയാ പറയുക? പക്ഷെ മാർക്ക്, നിന്നെ കൊല്ലാതിരിക്കാനും എനിക്ക് പറ്റില്ല. നീ വളർന്നു വന്നാൽ വലിയ ശല്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ യോങ്ജിയുടെ കയ്യിൽ അതിശക്തമായ ഒരു പ്രകാശം കേന്ദ്രീകരിക്കുകയാണ്. ആ പ്രകാശം മാർക്കിന്റെ പുറത്തിടിച്ചാൽ മാർക്ക് തകർന്ന് തരിപ്പണമാവും. ആ പ്രകാശത്തെ അയാൾ ഒരു വാള് പോലെ കൺവേർട്ട് ചെയ്യാണ്. ആ വാള് കൊണ്ട് മാർക്കിന്റെ കഴുത്ത് അറുക്കാനുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് യോങ്ജി കടക്കുന്നത്. അയാളുടെ കയ്യിൽ ആ വാള് ഏതാണ്ട് പൂർത്തിയായതും അയാളുടെ വാള് 2 കൈകൊണ്ട് പിടിച്ച് മാർക്കിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ഒന്ന് വെട്ടാനായി താഴ്ത്തിയ ആ നിമിഷത്തിൽ ആ വാളിലേക്ക് ശക്തമായ ഒരു വെളുത്ത പ്രകാശം വന്നിടിച്ചു. അതിശക്തമായ വെളുത്ത പ്രകാശം ആ വാളി വന്നിടിച്ചതും ആ വാള് യോങ്ജിയുടെ കയ്യിൽ നിന്ന് തെറിച്ചു. ഞെട്ടി അയാൾ തിരിയുമ്പോൾ അയാൾ കാണുന്നത് സാക്ഷാൽ ഹെക്ടറ്റെങ്ങിനെയാണ്. ഹെക്ടറെ കണ്ട യോങ്ജി അമ്പരപ്പോടെ ഹെക്ടറോട് ചോദിച്ചു, ഹെക്ടർ, നീ എന്തായി ചെയ്തത്? അങ്ങനെ യോങ്ജി ചോദിക്കുമ്പോൾ ഹെക്ടറുടെ കയ്യിൽ എല്ലുകൊണ്ടുള്ള ആ വടി ഇരിപ്പുണ്ട്. ആ വെളുത്ത ബോൺ ക്ലബ്ബ് കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഹെക്ടർ യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, ഇവനോട് നിങ്ങൾക്ക് ആർക്കും ഉള്ളതിനേക്കാൾ വിരോധം എനിക്കുണ്ട്. പക്ഷേ ഇവനെ ഈ ശൈലിയിൽ കൊല്ലാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. ഹെക്ടർ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇവനെ കൊല്ലണ്ടേ? ഇവനെ കൊല്ലാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതുവരെ വന്നത്? യോങ്ജി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇവനെ ഇങ്ങനെ കൊന്നാൽ പിന്നെ എനിക്ക് വളർച്ചയില്ല. ഹെക്ടർ, നീ എന്തായി പറയുന്നത്? യോങ്ജി, ഞാനും ഇവനും തമ്മിലുള്ള ബന്ധം ഇവിടെ നിന്നൊന്നും തുടങ്ങിയതല്ല. പണ്ടേ ആ ബന്ധമുണ്ട്. ഇവൻ
ജനം മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കെ പരസ്യമായിട്ടാണ് എന്നെ പരാജയപ്പെടുത്തിയത്. അതുവരെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ഞാനായിരുന്നു നമ്പർ 1. ആ നിമിഷം മുതൽ എൻ്റെ നമ്പർ 1 സ്ഥാനം നഷ്ടമായി. അതിനുശേഷം എനിക്ക് തല ഉയർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആളുകളൊക്കെ കാണുമ്പോൾ ഇവന്റെ പൂർണ്ണ ശക്തിയിൽ ഇവൻ നിൽക്കുമ്പോൾ ഇവനെ എനിക്ക് പരാജയപ്പെടുത്തണം. അതിൻ്റെ സ്വപ്നമാണ്, അതാണ് എൻ്റെ ലക്ഷ്യം. ആ സ്വപ്നത്തെ അട്ടിമറിക്കാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല. ഏയ് ഹെക്ടർ, ഇതെങ്ങാനും യുവാൻ ഷോ അറിഞ്ഞാൽ? ഏയ് യോങ്ജി, അതെനിക്കറിയില്ല. നിങ്ങളെ മാർക്കിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വൈറ്റ് ബോൺ ക്ലബിൽ അവൻ ശക്തമായി ഒന്ന് പിടിച്ചതും യോങ്ജി അവനോട് ചോദിച്ചു, ഏയ് ഹെക്ടർ, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നീ ഇത്ര സാഹസപ്പെടുന്നത് എന്തിനാ? യോങ്ജി, എന്റെ ലക്ഷ്യം ഈ മാർക്കൊന്നുമല്ല. എന്റെ ലക്ഷ്യം അതിശക്തനാവുക എന്നുള്ളതാണ്. റിവേഴ്ഷൻ ഓൾ സ്റ്റേജ് ഒന്നും എന്റെ ലക്ഷ്യമേ അല്ല. ട്രൂ സൈറ്റിനും അപ്പുറത്തേക്ക് ട്രിബുലേഷനിലേക്ക് കടക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. ആ ടാർഗറ്റിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ എനിക്ക് എൻ്റെ പാത്ത് ക്ലിയർ ചെയ്യണം. എൻ്റെ പാത്ത് ക്ലിയർ ആകണമെങ്കിൽ പരസ്യമായി എനിക്ക് മാർക്കിനെ തോൽപ്പിക്കണം. എൻ്റെ പാത്ത് ക്ലിയർ ആകാൻ മാർക്ക് കൂടിയേ തീരും. മാർക്കിൻ്റെ മുകളിൽ വിജയവും കൂടിയേ തീരും. വളരെ വ്യക്തമാണ് ഹെക്ടർ ചെങ്ങിൻ്റെ ആശയം. യോങ്ജി ഒരു അതിശക്തനായ യോദ്ധാവ് മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുമാണ്. യോങ്ജി ഒരു നിമിഷം അവിടെ നിശ്ചലനായി കിടക്കുന്ന മാർക്ക് ഫെല്ലറെയും പിന്നെ ഹെക്ടറും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പുറത്തേക്ക് നടന്നു. അല്പനേരം മാർക്കിനെ നോക്കിയിരുന്ന ഹെക്ടർ പുറത്തിറങ്ങി വാതിൽ ചാരിയിട്ട് അവിടുന്ന് യോങ്ജിയുടെ പുറകെ ശ്രീറാം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും ശ്രീറാം ഇരിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ശ്രീറാമിന്റെ തൊട്ടു മുന്നിൽ സാക്ഷാൽ യുവാൻ ഷോയും അതുപോലെ സീമ ബായിയും ഉണ്ട്. യുവാൻ ഷോയുടെ ശബ്ദം അവർക്ക് കേൾക്കാം. ഏയ് ശ്രീറാം, നിന്റെ ബ്രേക്ക് ത്രൂ ഇനി നടക്കില്ല. ഇന്ന് നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ യുവാൻ ഷോ പറയുമ്പോഴേക്കും ഉറക്കെ അവിടെ വെല്ലിയുടെ ശബ്ദമെത്തി. ഏയ് യുവാൻ ഷോ, നിന്നെ അതിന് ഞാൻ അനുവദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ വെല്ലി ആ കോട്ടയ്ക്കകത്ത് ലാൻഡ് ചെയ്തു. ആകാശത്ത് നാല് ചാടി വീഴുകയായിരുന്നു എന്ന് പറയാം. തൊട്ടുപുറകെ സാക്ഷൽ ഷൂ മേക്കറും എത്തി. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യേ. താങ്ക് യു.